പക്ഷേ ഇവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ കൺസിസ്റ്റൻസി വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, നമ്മളെടുക്കുന്ന ആ ഒരു എഫേർട്ട് വേണം. എങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് താൻ എത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അറിയാൻ പറ്റും. ചില ഫിസിക്കലായിട്ടുള്ള അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ചില ക്വാളിറ്റീസിനോട് നമുക്ക് തോന്നുന്ന ഒരു സ്പെഷ്യൽ ഒരു ഇൻട്രസ്റ്റും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇതാണ് എൻ്റെ പേഴ്സൺ, ഈ പേഴ്സണെ കല്യാണം കഴിച്ച് ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പലരും ഈ ഡിപ്പെൻഡൻസിയാണ് എന്ത് ചെയ്യുന്നത്, റിലേഷൻഷിപ്പാണ് എന്ന് വിചാരിക്കും. അതൊരു ആശ്രിതത്വമാണ്. ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് പരസ്പരം ഒന്നിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റേയാൾക്ക് വേണ്ടത് സ്പേസ് ആണ്, ഈ വ്യക്തിക്ക് വേണ്ടത് റീഅഷുറൻസ് ആണ്. വീണ്ടും വീണ്ടും ക്ലോസ് ആകാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേയാൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. മാരേജ് അല്ലെങ്കിൽ ലിവിങ് റിലേഷൻ എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൽ ഇൻറ്റിമസിയാണ്. ഡോക്ടർ വിദ്യ, ഞാൻ ഇരിക്കുന്നത് എനിക്കറിയാം ഒരു മനുഷ്യരുടെ മെൻ്റൽ ഹെൽത്തുമായിട്ട് നിരന്തരം ഇടപഴകുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ്. അപ്പോൾ ബന്ധങ്ങളെപ്പറ്റി, റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കാമെന്നാണ് നമ്മളിന്ന് വിചാരിക്കുന്നത്. പക്ഷേ അതിൽ എവിടെ നിന്ന് തുടങ്ങും ബന്ധങ്ങൾ? നമ്മൾ ജനിച്ച് വീഴുമ്പോൾ മുതൽ പല ബന്ധങ്ങളിലാണ് വളർന്നു വരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് നമുക്കിന്ന് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പ് അതിലേക്ക് ആദ്യം ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിൽ തന്നെ നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്, നമ്മളൊരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ ക്രൈറ്റീരിയ ഒന്നും നോക്കിയിരുന്നില്ല ഒരു കാലം വരെ. എല്ലാവരും തീരുമാനിക്കുന്നു, ഓക്കെ ആവുന്നു, നമ്മൾ ജീവിച്ചു തുടങ്ങുന്നു, പിന്നെ ഒരു പരീക്ഷണം പോലെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ പങ്കാളി എനിക്ക് അനുയോജ്യനാണോ എന്നറിയാൻ മനുഷ്യർ അതിനു മുന്നേ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു ലിവിങ് റിലേഷൻഷിപ്പിൽ തന്നെ ഏർപ്പെടുന്ന മനുഷ്യരുണ്ട്. അത് എത്രത്തോളം വർക്കൗട്ടാവും, എത്ര പ്രാധാന്യമുണ്ട് ഞാൻ എൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ, എന്തൊക്കെ ക്രൈറ്റീരിയകൾ ഞാൻ നോക്കണം, എന്തൊക്കെയാണ് ഞാൻ മനസ്സിൽ വെക്കേണ്ടത്, അതെങ്ങനെയാണ് കണ്ടിരിക്കുന്നത്, അതൊക്കെ വർക്കൗട്ടാവോ, എങ്ങനെയാണ് അത് കണ്ടിരിക്കുന്നത്? ഓക്കെ, ഇത് ആക്ച്വലി വലിയൊരു ടോപ്പിക് എനിക്ക് തുറന്നിട്ട് തന്നേക്കാണ് സംസാരിക്കാനായിട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന് അത്രമാത്രം പ്രസക്തി ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മളെപ്പോലുള്ള കുറച്ച് പേര് ഇമോഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുകയും അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് റിലേഷൻഷിപ്പ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താണ്, ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഞാൻ വീഡിയോസ് റിലേഷൻഷിപ്പ് സംബന്ധിച്ചാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ പലരും ചോദിക്കും ഇതൊക്കെ കാണാൻ ആളുണ്ടോ എന്ന് ചോദിക്കുന്നവർ വരെ ഉണ്ടായിരുന്നു ഇട്ട് തുടങ്ങിയ ആ ഒരു ടൈമിൽ. കാരണം കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ബന്ധങ്ങളാണ് ഇന്ന് കൂടുതലും കണ്ടുവരുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ വരുന്നത്. കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ ഞാൻ വരാം. ഫസ്റ്റ് ഓഫ് ഓൾ റിലേഷൻഷിപ്പ് എന്താണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഏത് തരത്തിലുള്ള ബന്ധത്തെയും നമുക്ക് റിലേഷൻഷിപ്പ് എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുക. അതിപ്പോൾ പ്രൊഫഷണൽ ആയിക്കൊള്ളട്ടെ, അല്ലേ, എന്നാൽ ഒരു പാരൻറ്റും ചൈൽഡും ആയിട്ടുള്ളതായിക്കൊള്ളട്ടെ, സിബ്ലിങ്സ് ആയിട്ടുള്ളതായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ. പക്ഷെ നമ്മൾ സ്പെസിഫിക്കലി കൂടുതൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കുറേ അധികം ബന്ധങ്ങൾ ബ്ലഡ് റിലേഷനാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ട് ഓറിയൻറ്റഡ് ആയിട്ടോ കമ്മിറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടോ നിൽക്കേണ്ടി വരില്ല. പക്ഷേ ഇവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിൽ കൺസിസ്റ്റൻസി വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, നമ്മളെടുക്കുന്ന ആ ഒരു എഫേർട്ട് വേണം. എങ്കിൽ മാത്രമേ മറ്റൊരു വ്യക്തിക്ക് താൻ എത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി, സോഷ്യലി, പ്രൊഫഷണലി ഒക്കെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കണക്ഷൻ ആയിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ വേരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ജെൻസി വേർഡ്സ് ഒക്കെ ഇപ്പോൾ കുറേ നമുക്ക് കാണാൻ പറ്റും, അല്ലേ. അപ്പോൾ അത് ഉൾപ്പെടെ ബെഞ്ചും ഫ്ലിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാടുണ്ടെങ്കിലും വേറെ കുറച്ച് ടേംസ് നമ്മൾ ഫെമിലിയറൈസ്ഡ് ആകണം. കാരണം സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് റിലേഷൻഷിപ്പിനിടയിലാണ്. അവിടെ റിലേഷൻഷിപ്പിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലൂടെയും ഇവർ കടന്നു പോകുന്നുണ്ട്. പക്ഷേ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം മാത്രം അവിടെ ഇല്ല എന്നുള്ളതാണ്. സിറ്റുവേഷൻഷിപ്പിൽ എന്ത് എൻജോയ് ചെയ്യണോ അതെല്ലാം അവർക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു പോയിന്റ് ഓഫ് പീരീഡ് കഴിയുമ്പോഴേക്കും ഇവർ എന്ത് ചെയ്യാണ്, ഇട്ടിട്ടങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര പ്രഷറാണ്. രണ്ടാമത്തേതാണ് നമ്മൾ സ്ഥിരം കാണുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ കമ്മിറ്റ്മെൻറ്റും എഫേർട്ടും എല്ലാം ഉണ്ടാവും.
മൂന്നാമത്തേത് ട്രാൻസാക്ഷൻഷിപ്പ് എന്ന് പറയും. അതിപ്പോൾ കണ്ടുവരുന്നതിൽ ഏറ്റവും ദുരിതം പിടിച്ചൊരവസ്ഥയാണ്. അതായത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് കുറേയധികം എക്സ്ട്രാ മെറൈറ്റൽ അഫെയേഴ്സിൻ്റെയൊക്കെ റിലേഷൻഷിപ്പുകളിലേക്ക് നമ്മൾ എത്തുന്നത്. ഓഫീസിൽ കോവർക്കറായിട്ടുള്ള ഒരു വ്യക്തിയെ ഓഫീസ് വൈഫെന്നോ അല്ലെങ്കിൽ ഓഫീസ് ഹസ്ബൻഡെന്നോ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കൂടെ പിടിച്ചു നിർത്തുന്നൊരു കാര്യമുണ്ട്. അതായത് അവരവിടെയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ വരുന്ന കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻഷിപ്പുകളുണ്ട്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് റിലേഷൻഷിപ്പുകൾ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മളത് ആഴത്തിൽ മനസ്സിലാക്കേണ്ട കുറേ കാര്യമുണ്ട്. ഇനി ഇതെല്ലാം പോട്ടെ, നമ്മൾ വളരെ ബേസിക്കായൊരു റിലേഷൻഷിപ്പിൽ എത്തിയെന്ന് തന്നെ വെച്ചോളൂ. ആ റിലേഷൻഷിപ്പിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കാനുണ്ട്. എല്ലാ പേരും റിലേഷൻഷിപ്പുമായിട്ടായിരിക്കില്ല ജീവിച്ചു പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, അട്രാക്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, അറ്റാച്ച്മെൻറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം, എന്താണ് എക്സാക്ട്ലി റിലേഷൻഷിപ്പ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ട്രാൻസ്പെയറിൽ കുറച്ച് ക്ലയൻറ്റ്സ് എത്തും. അവർ പറയും തുടക്കത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷെ പിന്നീട് പോകെ പോകെ ഞങ്ങൾക്കത് വന്നിട്ടില്ല, ആ ഒരു സ്നേഹം വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കപ്പിൾ സെഷനിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് അനലൈസ് ചെയ്യുക ഇവർ എവിടെയായി റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അതൊരു കണക്ഷനാണ്, അത്രയും ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം ഉണ്ട്. അപ്പോൾ അട്രാക്ഷൻ എന്ന് പറയുന്നതിലായിരിക്കും തുടക്കത്തിൽ നമ്മൾ തോന്നുന്നത് ഭയങ്കര ആഴത്തിൽ ഞാൻ ഈ വ്യക്തിയായിട്ട് കണക്റ്റഡ് ആണല്ലോ എന്നിങ്ങനെ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതൊരു ജെന്യുവൻ ഡിസയർ ആയിരിക്കും, ആ വ്യക്തിയിലേക്കൊരു പുള്ള് നമുക്കുണ്ടായിരിക്കും. ഇമോഷണലി നമ്മൾ കണക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് ഒരു ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് നമുക്ക് തോന്നാം, എന്തോ ഒരു കൈൻഡ് ഓഫ് ഡിസയർ അവിടെയുണ്ട്, സ്വന്തമാക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര പാഷൻ തോന്നും. ആ പാഷനെയാണ് ഇവർ ആദ്യം എന്ത് പറയുന്നത് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന്. പക്ഷേ യഥാർത്ഥ സ്നേഹത്തിലേക്ക് പടി വെച്ചിട്ട് പോലും ഇല്ല, ഒരു കാലകലത്തിൽ പോലും അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത് ഇവർ പറയും ഇല്ല ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. അവിടെ അറ്റാച്ച്മെൻറ്റ് തുടങ്ങുന്നേ ഉള്ളൂ. അവിടെ ഒരു ഇമോഷണൽ ബോണ്ടുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്, ഷെയർഡ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് മാത്രം വരുന്നൊരു കൺസിസ്റ്റൻസി കാരണം അവിടെ ഒരു ബോണ്ട് ഉണ്ടാവും. പക്ഷെ അപ്പോഴും അത് ലവായി മാറിയിട്ടില്ല. ലവ് എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു കംഫർട്ട്, ഒരു ഇമോഷണൽ സേഫ്റ്റി, രണ്ടുപേരും എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട്, പരസ്പരം ഗ്രോത്തിന് വേണ്ടിയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ഒരു സപ്പോർട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വന്നാൽ മാത്രമേ അത് ലവ് ആകൂ. പിന്നെയും കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഈ റിലേഷൻഷിപ്പും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റെബിലൈസിനുള്ള സ്റ്റേജസിലേക്കൊക്കെ പോകത്തുള്ളൂ. അപ്പം ഇങ്ങനെ കുറേ ആസ്പെക്റ്റ് അതിലുണ്ട്. അത് ഞാൻ പറഞ്ഞ വലിയൊരു ചോദ്യമാണ്. ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല, ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിലും കുറേ അധികം ആസ്പെക്റ്റ് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഡോക്ടർ നമുക്ക് ഒരു വ്യക്തിയോടൊരു സ്നേഹം തോന്നുന്നു, ഒരു ലവ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് തോന്നുകയാണ് നമ്മൾ വളരെ സ്നേഹത്തിലാണ്, ഈ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്നൊക്കെയാണ് നമുക്ക് തോന്നുക. ഇതിനെ നമ്മളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കണോ? ഈ പുറമേ തോന്നുന്ന ഈ സ്നേഹം കൊണ്ട് ഞാൻ കമ്മിറ്റഡ് ആകാൻ പോയാൽ ഭാവിയിൽ ഞാൻ കോമ്പാക്റ്റബിൾ ആയിരിക്കുമോ ആ വ്യക്തിയുമായിട്ട്? അങ്ങനെ ഞാനൊരു ചെക്ക് ലിസ്റ്റ് വെക്കേണ്ട ആവശ്യമുണ്ടോ, അതോ എൻ്റെ ആ ഇൻഡ്യൂഷൻ്റെ പുറകെ ഞാൻ പോവുകയാണോ ചെയ്യേണ്ടത്? ഇത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ എന്താണ് ആദ്യം നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ചില ഫിസിക്കലായിട്ടുള്ള അട്രാക്റ്റീവ്നെസ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ചില ക്വാളിറ്റീസിനോട് നമുക്ക് തോന്നുന്ന ഒരു സ്പെഷ്യൽ ഒരു ഇൻട്രസ്റ്റും ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇതാണ് എൻ്റെ പേഴ്സൺ, ഈ പേഴ്സണെ കല്യാണം കഴിച്ച് ഞാൻ അടിപൊളിയായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ ഒരു ഇൻഫാറ്റുവേഷൻ സ്റ്റേജസ് എന്ന് പറയും, ഇവിടെയാണ് നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ വേരിയസ് സ്റ്റേജസിനെ കൂടി കൺസിഡർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻഫാറ്റുവേഷൻ എന്ന് പറയുന്ന സ്റ്റേജാണ്. ഇവിടെ നമ്മൾ ഈ വ്യക്തിയുടെ ഒരു ഫ്ലോസും കാണുന്നില്ല, അവരുടെ എന്തൊക്കെ കുറ്റങ്ങളുണ്ടോ എന്തൊക്കെ കുറവുകളുണ്ടോ ഇതൊന്നും നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. കാരണം നമ്മൾ ഭയങ്കര വലിയൊരു ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആ ഫാൻറ്റസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റിൽ ഒരിക്കലും ഇവരുടെ കുറ്റമോ കുറവോ നമ്മൾ കണ്ടെത്തില്ല. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം നമുക്കൊരു ചെക്ക് ലിസ്റ്റ് വേണം. ഒബ്വിയസ്ലി നമ്മളൊരു പ്രീ മാരേജ് കൗൺസിലിംഗ് പോലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈമിൽ നമ്മൾ പല കാര്യങ്ങളും നോക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കമ്പാറ്റബിലിറ്റി ഉണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഈ വ്യക്തിയുടെ ഒരു ഇമോഷണൽ റെഗുലേഷൻ സ്കില്ല് എങ്ങനെയാണ്, ദേഷ്യം വന്ന ഈ വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത്, ഇത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെ ആയിരിക്കണോ, ഇതൊക്കെ ഞാൻ അറിയണം. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ചിലർ വഴക്കിട്ട് തന്നെ സോൾവ് ആക്കണം, ചിലരൊന്നും മിണ്ടാണ്ടിരുന്ന് സോൾവ് ആക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഇമോഷണൽ കമ്പാറ്റബിലിറ്റി നോക്കുക. ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള നേച്ചർ, സ്പെൻഡിങ് നേച്ചർ എങ്ങനെയാണ്, ഏർണിംഗ് നേച്ചർ എന്താണ് ഫിനാൻഷ്യൽ എക്സ്പെക്റ്റേഷൻ, ഇത് നോക്കുക. പിന്നെ നമ്മുടെ ഫാമിലി, അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ മാരേജ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്
സ്റ്റേജിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ രണ്ടുപേരും മാത്രം എന്നുള്ള രീതിയിൽ നിൽക്കില്ലല്ലോ, കുറേ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലിയിലേക്കൊക്കെ പോകും. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ, അവരുടെ കൾച്ചറൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക, എൻ്റെ പാരൻസിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇവർ സോഷ്യലി എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് നോക്കുക, ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് അങ്ങനെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഇവരുടെ ഡ്രീം, ഇവരെന്താണ് ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ ഉള്ള ആളെയാണ് നമ്മൾ കണ്ടേക്കുന്നത്, ബട്ട് സ്റ്റിൽ അവർക്ക് കുറേ ഗോളുണ്ട്, പാഷനുണ്ട്, അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫുണ്ട്. എന്തൊക്കെയോ ചില റെസ്ട്രിക്ഷനിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അട്രാക്ഷൻ ചൂസ് ചെയ്ത് നമ്മൾ പോകുന്ന ഒരു 6 മന്തിനപ്പുറം അത് നിൽക്കില്ല. നമ്മൾ കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യണം, ചെക്ക് ലിസ്റ്റ് വേണം. പ്രീ മാരേജ് നമ്മൾ കൗൺസിലിങ്ങിലേക്ക് തന്നെ പോകണം. കാരണം അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ലവ് ലാംഗ്വേജും ഒക്കെ ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ഡോക്ടർ വിദ്യ ഇത് പറയുമ്പോഴും ഞാൻ ആലോചിക്കുന്ന അടുത്തിടെ കേട്ടൊരു വാർത്തയാണ്. ഇപ്പോൾ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പക്ഷേ അവർ ആ ന്യൂസിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കല്യാണത്തിന് മുന്നേ പയ്യൻ ഇതിൽ നിന്ന്, ഈ വിവാഹത്തിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആ പെൺകുട്ടി അന്നും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടൊക്കെയാണ് ഈ വിവാഹത്തിലേക്ക് എത്തുന്നത്, അവരെ കമ്മിറ്റഡ് ആക്കുന്നത്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരിടത്ത് വെച്ചിട്ട് ഒരാൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ മനസ്സിലാക്കിയിട്ടായിരിക്കും വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മുടെ ഫീലിംഗ് ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്ക് ഒരു മാച്ചും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ആളില്ലാതെ പറ്റില്ല. അങ്ങനെ ഇമോഷണലി നമ്മൾ ചില വ്യക്തികളിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ അവിടെ നിന്ന് എങ്ങനെയാണ് പിന്നോട്ട് വരിക? ഇതൊക്കെ നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇമോഷണലി നമുക്ക് പിൻവലിയാൻ പറ്റുന്നില്ല. ആത്മഹത്യാ ഭീഷണിയോ എന്ത് ചെയ്തിട്ടായാലും അയാളെ നേടിയേ പറ്റുള്ളൂ എന്ന് തോന്നുന്ന ഒരവസ്ഥയില്ലേ? അവിടെ നിന്ന് എങ്ങനെയാണ് മനുഷ്യർ ഇഷ്ടപ്പെടുക? എങ്ങനെയാണ് ഇതൊരു അവയർനെസ് സാധ്യമാവുക? തീർച്ചയായിട്ടും ആ ഒരു ചോദ്യത്തിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ആ ഒരു ബന്ധം എന്തായാലും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകില്ല എന്ന് പുറമേ നിൽക്കുന്നവർക്ക് ഉൾപ്പെടെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറഞ്ഞു തുടങ്ങിയിടത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ നമ്മൾ അട്രാക്ഷനെ കുറിച്ചും അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചും പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഡിപ്പെൻഡൻസി. പലരും ഈ ഡിപ്പെൻഡൻസി ആണ് എന്ത് ചെയ്യുന്നത്, റിലേഷൻഷിപ്പാണ് എന്ന് വിചാരിക്കുക. അതൊരു ആശ്രിതത്വമാണ്. ആക്ച്വലി ആ വ്യക്തിയിലേക്കുള്ള നമ്മുടെ ഒരു അടിമത്വമാണ് അതെന്ന് പറയാം. വാലിഡേഷൻ വേണ്ടി, ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും അവരുടെ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്നതും എല്ലാം ഈ വ്യക്തിയാണ് എന്ന് പറഞ്ഞിരിക്കും. അത് യഥാർത്ഥത്തിൽ ഒരു സ്നേഹമേ അല്ല എന്നുള്ളതാണ്. അതൊരു ട്രോമ ബോണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്കുള്ള അഡിക്ഷൻ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ആങ്സൈറ്റിയാണ്. ഇവർക്ക് ഈ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റീഅഷുറൻസും സപ്പോർട്ടും പുറമേ നിന്ന് കിട്ടിയാൽ മാത്രമേ പിന്നീട് മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നാണ്. നമുക്കൊരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വേയിലാണ് നമ്മൾ സ്നേഹിക്കാനുള്ളത്. അതായത് 2 പേർക്കും ഗ്രോത്ത് പറ്റുന്നുണ്ട്, 2 പേർക്കും സപ്പോർട്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റുന്നുണ്ട്. ഈ വ്യക്തി ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമെന്നുള്ള രീതി മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. ആ വ്യക്തി ഉണ്ടെങ്കിൽ സന്തോഷം, പക്ഷേ ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാം. ഒരിക്കലും ഒരു കംപ്ലീഷന് വേണ്ടി നമ്മളൊരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കേസസ് എനിക്ക് വന്നിട്ടുള്ളത് ഞാനൊന്ന് കോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. അതായത് ഒരു വ്യക്തി ആദ്യമേ തന്നെ തിരിച്ചറിയാണ് എനിക്കിത് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു വൈഫല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവരൊരു റിലേഷൻഷിപ്പ് കമ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ പറഞ്ഞു എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു പാർട്ട്ണറല്ല എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ തന്നെ പറഞ്ഞു ഇല്ല, നമുക്കിത് വർക്കൗട്ട് ചെയ്ത് നോക്കാം, ഞാൻ ഓൾറെഡി കുറേ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ നിന്നത്, ഇതൊക്കെ കുറേ പേര് അറിഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാനിത് എന്തായാലും ചൂസ് ചെയ്യും. ഈ ഒരു സൊസൈറ്റിയുടെ പ്രഷർ കാരണം എന്ത് ചെയ്യുന്നു, ഈ വിവാഹത്തിലേക്ക് എത്തുന്നു. എത്ര ശ്രമിച്ചിട്ടും ഈ ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾക്ക് വൈഫിനെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല, കമ്പാറ്റബിൾ ആവാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് തന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചൊരു കല്യാണമാണ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ വൈഫ് പോകെ ആ കണ്ടിരുന്ന ഒരു ഇനിഷ്യൽ അട്രാക്ഷൻ പോലും ഇല്ലാണ്ട് ഒരു മേജർ ഡിപ്രസീവ് ഡിസോർഡറിലേക്ക് പതിയെ മാറുമായിരുന്നു. കാരണം ഫിസിക്കൽ പ്രസൻസ് മാത്രമല്ല ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത്. അവിടെ നമുക്ക് ഉറപ്പായിട്ടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒറ്റപ്പെടൽ ബന്ധത്തിലില്ലാണ്ടിരിക്കും. അപ്പോൾ നമ്മളെ വേണ്ടാന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും നമ്മൾ ചൂസ് ചെയ്ത് റിലേഷൻഷിപ്പിലേക്ക് പോകാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്. അത് പിന്നീട് ആത്മഹത്യയോ അവിഹിതമോ അല്ലെങ്കിൽ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിതമോ ആയിരിക്കും പിന്നീട് നമുക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്. ഡോക്ടർ, ഇത് പലർക്കും ഇത് അറിയുമ്പോഴും വല്ലാണ്ട് ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നു. അത് കറക്റ്റ് വേർഡ് അത് തന്നെയാണെന്ന് തോന്നുന്നു. അയാളുടെ ഒരു മെസ്സേജ് ഒന്ന് വന്നില്ലെങ്കിൽ ഡേ മൊത്തം ഞാൻ മൂഡ് ഓഫ് ആവുന്നു, അവഗണിക്കപ്പെടുകയാണെന്ന് തോന്നുന്നു, ഞാൻ ആർക്കും വേണ്ടാത്തവളാണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരുണ്ട്, വല്ലാതെ ഡിപ്പെൻഡൻ്റ് ആണ്. അവർ അറിയാൻ വേണ്ടി കൂടി ചോദിക്കുകയാണേ,
ഇത്തരം നമ്മൾ ഡിപ്പെൻഡൻസിയിലേക്ക്, ബന്ധങ്ങളിൽ ഡിപ്പെൻഡൻസിയിലേക്ക് പോകുന്ന നമ്മുടെ ഏതെങ്കിലും ഒരു വളർന്ന സാഹചര്യമോ ബാല്യമോ ഇതൊക്കെ ഇതിന് ഘടകമായി കാണാറുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ നമ്മുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്ത് വരുന്നത് തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നിന്നുള്ള എക്സ്പീരിയൻസ് വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഇതിനു മുൻപ് നമുക്കൊരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയ അനുഭവമായിരിക്കാം. ആദ്യത്തേത് ആങ്ഷ്യസ് എന്ന് പറയുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുണ്ട്. അവിടെ ഇവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് മറ്റേയാൾ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നിൽക്കാൻ പറ്റൂ. കാരണം റീഅഷുറൻസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് തന്നെ അവർ വിചാരിച്ചു പോകും. രണ്ടാമത്തത് അവോയ്ഡൻ കൈൻഡ് ഓഫ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ്. അതിൽ ഇവരെന്താണ്, ഒരു സ്പേസും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റണം, എങ്കിൽ മാത്രമേ അവർക്ക് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് പരസ്പരം ഒന്നിക്കുന്നതെന്നുണ്ടെങ്കിൽ മറ്റേയാൾക്ക് വേണ്ടത് സ്പേസ് ആണ്, ഈ വ്യക്തിക്ക് വേണ്ടത് റീഅഷുറൻസ് ആണ്. വീണ്ടും വീണ്ടും ക്ലോസ് ആകാൻ വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേയാൾ അകന്നു പോയിക്കൊണ്ടേയിരിക്കും. ഒരു പുഷ് പുൾ ഡൈനാമിക് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അതെ അതെ, ഒരു പെർസ്യൂവർ ആണ് ഒരാൾ, മറ്റേയാൾ വിഡ്രോ ചെയ്ത് നിൽക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പോലും ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. തീർച്ചയായിട്ടും പറ്റും. ഇനി രണ്ട് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കൂടി ഉണ്ട്. അതിൽ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുവാണെങ്കിൽ അതാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആകേണ്ടപ്പോൾ അവൈലബിൾ ആകാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ബാലൻസ്, അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. അത് കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതും. നമ്മൾ കപ്പിൾ സെഷനിലേക്കൊക്കെ ഓരോരുത്തർ വരുമ്പോൾ ആദ്യം നമ്മൾ നോക്കുക ഇവരുടെ ലവ് ലാംഗ്വേജ് എന്താണ്. കാരണം മറ്റേ ആൾ പറയും ഞാൻ സ്നേഹിക്കുന്നത് ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട്. ഇത് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ആദ്യം കൊടുക്കുക, ലവ് ലാംഗ്വേജ് മനസ്സിലാക്കി കൊടുക്കും. രണ്ടാമത് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ മനസ്സിലാക്കും. പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ തെറാപ്പി എന്ന് പറയുന്നത് ഇൻ്റർ പേഴ്സണൽ സൈക്കോ തെറാപ്പിയാണ്. ഈ വ്യക്തികൾക്കുള്ള അവരുടെ തന്നെ ഫ്ലോസ് കണ്ടെത്തുക, അവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ കണ്ടെത്തുക, എന്നിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഇവരുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഡേ ബൈ ഡേ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. ഒരു 3 to 4 month കൊണ്ട് ഇവരെ സെക്യൂർ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനിലേക്കൊക്കെ എത്തിക്കുന്ന തരത്തിൽ. അപ്പോൾ ആദ്യം ഇവരുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും ലവ് ലാംഗ്വേജും ഒക്കെ ഒന്ന് പരിഹരിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ പ്രോപ്പറായിട്ട് ഈ ഒരു രീതിയിൽ നിൽക്കൂ. കാരണം പുറമേ ഉള്ള ഒരാളെ ഇവർക്ക് പോയിട്ട് കണ്ടാൽ പറയും നിങ്ങൾ കുറച്ചധികം സമയം ഇരുന്ന് സംസാരിച്ചാൽ മതി, കുറച്ച് ട്രാവൽ ചെയ്താൽ മതി, സിനിമയ്ക്ക് പോവുകയൊക്കെ ചെയ്താൽ മതി. ഇത് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ്. പക്ഷേ ആസ് എ സൈക്കോളജിസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടപെടുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റി കൺസിഡർ ചെയ്ത് തന്നെ വേണം എന്തെങ്കിലുമൊക്കെ ഇവർക്ക് സൊല്യൂഷൻസ് എത്തിക്കാനായിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടുള്ള ട്രെയിനിങ് ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈക്കോ തെറാപ്പിയിലൂടെ ഇവരെയൊക്കെ നമുക്ക് പ്രോപ്പറായ വേയിൽ മാറ്റാൻ പറ്റും. അതുപോലെ ഒരു കപ്പിൾ തെറാപ്പിസ്റ്റിന് ഇവർക്ക് എന്താ വർക്ക് ആവുന്നതെന്നുള്ള രീതിയിൽ സ്ട്രാറ്റജി കൊടുക്കാനും പറ്റും. അപ്പം നമുക്ക് ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ വിചാരിക്കുക, ഏതൊരു റിലേഷൻഷിപ്പിലാണ് നമ്മൾ പോകുന്നതെങ്കിലും ആദ്യം നമുക്ക് വേണ്ട ഏറ്റവും ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് നമ്മളുമായിട്ട് തന്നെയാണ്. എനിക്ക് ഏത് പരിധി വരെയാണ് വേദനിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് എത്ര വരെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, എന്നെ ഏതൊക്കെ ബൗണ്ടറീസ് ഞാൻ പുഷ് ചെയ്യണം, ഏതൊക്കെ ബൗണ്ടറീസ് ഞാൻ ലിമിറ്റ് ചെയ്യണം, ഇതെല്ലാം ഞാൻ അറിഞ്ഞിരിക്കണം. എനിക്കൊരു ഹോബി ഉണ്ടാവണം, എൻ്റെ സമയം എങ്ങനെ ഞാൻ നന്നായിട്ട് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മളെ ബാലൻസ് ആക്കി വെക്കുക, സെൽഫ് ലവ് ചെയ്യുക. അതുപോലെ തന്നെ ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം എക്സസൈസസ്, സ്പേസ്ഡ് ബ്രീത്തിങ് ടെക്നിക്സ്, ഇതൊക്കെ ചെയ്ത് നമ്മൾ നിൽക്കുക. അല്ലാതെ ഒരു വ്യക്തിയെ കോൺസ്റ്റൻ്റ്ലി ഡിപ്പെൻഡ് ചെയ്ത് ആ വ്യക്തി തരുന്ന ഒരു അഷ്വറൻസിലൂടെ നമ്മൾ ഓക്കെ ആകാമെന്ന് ചിന്തിച്ചാൽ അത് റോങ് ആണ്. അത് ചെയ്യരുത്. അവനവൻ തന്നെ ഹീൽ ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. ഡോക്ടർ, ആ ഏരിയ ക്ലിയർ ആണ്. ഇനി അടുത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ സംസാരിച്ചപ്പോഴും നമ്മൾ ഈ ഒരു ഇമോഷണൽ കണക്റ്റിനെ പറ്റിയും ഈ സെക്യൂർ ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ പറഞ്ഞു. പക്ഷേ ഇനിയൊരു മാരേജ് എന്നുള്ള അല്ലെങ്കിൽ ലിവിങ് റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ശരീരം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനെ കണ്ടിട്ടുണ്ടോ? മനസ്സുകൊണ്ടൊക്കെ എനിക്ക് ഈ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ശാരീരികമായി എനിക്ക് അട്രാക്ഷൻ ഇല്ല എന്നുള്ളത് പിന്നെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ ശരീരം അല്ലെങ്കിൽ സെക്ഷലി കോമ്പാക്റ്റബിൾ ആയിരിക്കുക എന്നുള്ളത് ബന്ധങ്ങളിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അതെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി മാരേജ് അല്ലെങ്കിൽ ലിവിങ് റിലേഷൻ എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൽ ഇൻറ്റിമസിയാണ്. അതല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് മതി, അല്ലേ? ഇതെൻ്റെ പാർട്ട്ണറാണെന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ മനുഷ്യനുണ്ടായ കാലം മുതൽ ഈ സെക്ഷൽ നീഡ്സും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിയും ഒക്കെ അവിടെ ഉണ്ട്. ബട്ട് സ്റ്റിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും ഐ ഹാവ് ഇമോഷണൽ ഇൻറ്റിമസി ടുവേർഡ്സ് ദിസ് പേഴ്സൺ, അല്ലെങ്കിൽ ഐ ഹാവ് സ്പിരിച്വൽ ഇൻറ്റിമസി, ഐ ഹാവ് ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി, എല്ലാ കൈൻഡ് ഓഫ് ഇൻറ്റിമസിയും ഉണ്ട്. ഇൻറ്റിമസി എന്ന് പറയുമ്പോഴേ പൊതുവെ എല്ലാവരും ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് വിചാരിക്കാം. അല്ല, അതല്ലാണ്ട് തന്നെ നമുക്ക് വേറെ എക്സ്പീരിയൻഷ്യൽ ലെവൽ ഇൻറ്റിമസി, ഇമോഷണൽ
ലെവൽ ഇൻറ്റിമസി, സ്പിരിച്വൽ ലെവൽ ഇൻറ്റിമസി, അങ്ങനെ കുറേ കൈൻഡ് ഓഫ് ഇൻറ്റിമസി ഉണ്ട്. ഇതിൽ വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, എനിക്ക് ഈ വ്യക്തിയോട് എല്ലാ രീതിയിലുള്ള കണക്ഷൻസും ഉണ്ട്. നമ്മുടെ ഈ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് സെക്ഷൽ ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അവരെ സംബന്ധിച്ച് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നും ഇത് അത്ര ആവശ്യമുള്ള ഒരു കാര്യമല്ല, ഇതിന് വേണ്ടിയിട്ടാണല്ലോ ആ വ്യക്തി എനിക്കിങ്ങനെ ഒരു ട്രോമ തന്നത്, അങ്ങനെയുള്ളൊരു ഫീല് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഓൾറെഡി സെക്ഷലി ട്രോമ ഉള്ളതുകൊണ്ട് ആ ഒരു സെക്ഷൽ ട്രോമയും ഒക്കെ ഇവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഇവർ ഓക്കെ ആയിരിക്കില്ല. ബിഗിനിങ്ങിൽ തന്നെ ഒട്ടും ഓക്കെ ആയിരിക്കില്ല, എത്രത്തോളം ഓക്കെ ആണ് ഇവരോടൊക്കെ. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോപ്പറായിട്ട് അവരെ റിലാക്സ് ചെയ്യിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അതിനും നമുക്ക് ആക്ച്വലി സൈക്കോ തെറാപ്പി ഉണ്ട്. സെക്സ് തെറാപ്പി എന്ന് പറയുന്നത് അതിന് ഏറ്റവും നല്ലത്. ആ സെൻസേറ്റ് ഫോക്കസ് എക്സസൈസസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് പലരെയും നമ്മൾ മാറ്റിയെടുക്കുന്നത്. നമുക്ക് മാത്രമല്ല, നമ്മൾ പല റിലേഷൻഷിപ്പിലും കാണുന്നത് ഇമോഷണൽ കണക്ഷൻ വീക്ക് ആകുമ്പോഴാണ് ആക്ച്വലി ഫിസിക്കൽ ഇൻറ്റിമസി വീക്ക് ആകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, സെക്ഷൽ ട്രോമ ഉള്ളവർക്ക് ഫിസിക്കൽ ഇൻറ്റിമസി വളരെ കുറവായിരിക്കും. അവർ ഇനിഷ്യേറ്റ് ചെയ്യുന്നൊന്നും ഉണ്ടാവത്തില്ല. അവിടെ നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് അഡ്രസ്സ് ചെയ്യണം, ഹീലിംഗ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ കണക്ഷൻ എവിടെ വീക്ക് ആകുന്നോ അവിടെ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാകത്തില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ച് സെക്ഷൽ ട്രോമയുണ്ട്, ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല പാർട്ട്ണറിനോടൊന്നുണ്ടെങ്കിൽ, ഒരു മെയിൽ പാർട്ട്ണറിനെ സംബന്ധിച്ച് എപ്പോഴും ഫിസിക്കൽ ഇൻറ്റിമസിയാണ് ആദ്യ ഫോം അവർ ലവ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കും എന്നെ ഇഷ്ടമല്ല, ഇഗ്നോർ ചെയ്യാണ്, മാറ്റി നിർത്തുകയാണെന്ന് വിചാരിക്കും. അവരുടെ വഴിക്ക് മാറി തുടങ്ങും. അവർ വിഡ്രോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇവരെന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്, ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യും, ഇമോഷണൽ കണക്ഷൻ ബ്രേക്ക് ആകാൻ തുടങ്ങും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടാവില്ല. അവർ രണ്ട് റൂംമേറ്റ്സിനെ പോലൊക്കെ ജീവിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ഇമോഷണൽ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമോഷണൽ കണക്ഷൻ വേണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ ചെക്ക് ഇൻ പോലുള്ള കോൺവെർസേഷൻസ് ഡെഫിനറ്റ്ലി ഷുഡ് ബി ദെയർ എന്നുള്ളത് ഒരു വല്ലാത്തൊരു നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റാണ്. ഈ ഇമോഷണൽ കണക്ഷനും ഇമോഷണൽ ഇൻറ്റിമസിയും ഒരു സ്ത്രീക്ക് ഫീൽ ചെയ്താൽ മാത്രമാണ് അവൾ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് പോകുന്നത്. എവിടെയെങ്കിലും അത് ലാക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഈ സെക്ഷൽ ട്രോമയില്ല, എല്ലാം ഓപ്പണായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇമോഷണൽ കണക്ഷൻ എവിടെയോ പോയിട്ടുണ്ട്, അവൾക്ക് കിട്ടേണ്ട ഇമോഷണൽ സേഫ്റ്റി എവിടെയോ പോയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിലേ ഇതിലേക്ക് മാറാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഫിസിക്കൽ ഇൻറ്റിമസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ പറയുമ്പോഴും അതെന്തുകൊണ്ടാണ് അവരുടെ ഇമോഷണൽ ഇൻറ്റിമസി വേണമെന്ന് പറഞ്ഞാൽ, അത് വന്നാലേ ഇവർ ഇതിലേക്ക് വരൂ, ഇത് വന്നാലേ ഇവർ അതിന് വേണ്ടിയിട്ട് ഓക്കെ ആവുള്ളൂ, ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയും ഇമോഷണൽ ഇൻറ്റിമസി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പക്ഷേ സ്ത്രീകൾക്കാണ് ഇതിനോട് കൂടുതൽ താല്പര്യക്കുറവൊക്കെ ഉള്ളത്. കാരണം നമ്മളെ എപ്പോഴും വേറൊരു രീതിയിലുള്ള കോൺസെപ്റ്റ് ആക്കി കാണിച്ചാണ് ഈ ഒരു സൊസൈറ്റി ഇപ്പോഴും അതിനെയൊക്കെ കണ്ട് വളർത്തി വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കതെന്തോ വേണ്ടാത്തൊരു കാര്യമാണ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നൊക്കെ തോന്നും. പക്ഷേ പുരുഷന്മാർക്ക് ഫിസിക്കൽ ഇൻറ്റിമസി വേണമെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലിവിങ് റിലേഷൻഷിപ്പ് പാർട്ട്ണറിന് ഡെഫിനറ്റ്ലി ഒരു ഇമോഷണൽ ഇൻറ്റിമസി താൻ കൊടുത്തിട്ടുണ്ട്, ഇമോഷണൽ സേഫ്റ്റി കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അല്ലാണ്ട് വേറൊരു ചാൻസ് നോക്കലല്ല വേണ്ടി വരുന്നത്. ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും, അതിനിപ്പോൾ എന്താ, ഞാൻ നന്നായി സ്നേഹിക്കുന്നില്ലേ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കുന്നില്ലേ, അവൾ പറയുന്നൊക്കെ ചെയ്യുന്നില്ലേ, പിന്നെയും ഞാൻ ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ആ ഇമോഷണൽ ഇൻറ്റിമസി എന്ന വാക്കിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ലോജിസ്റ്റിക്സ് സംസാരിക്കലല്ല ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്നത്. അവിടെയാണ് ഇമോഷണൽ ചെക്കിൻ എന്ന് പറയുന്ന വാക്കിന് അത്രയും പ്രാധാന്യം വരുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടാവും, അതിൻ്റെ കൂടെ എപ്പോഴെങ്കിലുമൊക്കെ ഇന്ന് എങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത്, ഈ വീക്ക് നീ ഏറ്റവും കൂടുതൽ വീക്കായിരുന്നൊരു മൊമെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ നിനക്ക് ഡിസപ്പോയിൻമെൻറ്റ് വന്നൊരു സമയം എന്താ, നീ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തൊരു ടൈം എന്താ, ഇങ്ങനെയുള്ള ഒരു കാര്യവും നമ്മുടെ ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അറ്റ് ദ കോർ നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം നമ്മുടെ പാർട്ട്ണർ. അതല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അർത്ഥമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതിൽ കാര്യമില്ല, അവിടെ ഫൺ ഉണ്ടാവണം, അവർക്ക് സേഫായിട്ട് സംസാരിക്കാൻ പറ്റണം. പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യത്തില്ല, അവരുടെ ഏറ്റവും കോറിൽ കിടക്കുന്ന വിഷമങ്ങളോ ഇൻസെക്യൂരിറ്റീസോ ഷെയർ ചെയ്യില്ല. കാരണം എന്താ, ഇവരത് മുമ്പ് റിയാക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വെപ്പണൈസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ റിയാക്ഷൻ ഭയങ്കര പാറ്റേൺ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. ഇവിടെയൊക്കെ ഹെൽത്തി കമ്മ്യൂണിക്കേഷനും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഇമോഷണൽ ചെക്കിൻ എന്ന് പറയുന്നതും ഇമോഷണൽ ഇൻറ്റിമസി എന്ന് പറയുന്നതും പ്രോപ്പറായ വേയിലേക്ക് മാറത്തുള്ളൂ. അപ്പോൾ എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ എനിക്ക് തോന്നത്തുള്ളൂ ഓക്കെ എനിക്ക് എല്ലാം പറയാം, എനിക്ക് ഞാനായിട്ടിരിക്കാം, ഈ ഒരു ഫീല് കൊടുക്കാൻ പറ്റണം. ഇത് ഡോക്ടർ പറയുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഓഫീസിലൊരു സംഭവം ഓർക്കുമായിരുന്നു. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നിടത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആളിങ്ങനെ, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ പറയും, അത് ഹസ്ബൻഡിനോട് നീ ഇതൊക്കെ ഒന്ന് സംസാരിക്കുമെന്ന് പറയും. അപ്പോൾ അവൾ പറയും, എടി ഞാനിത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അത്ര മനോഹരമായ ഭാഷയിലൊന്നും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവനവൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ അവനവന് തോന്നുന്ന കാര്യം
എക്സ്പ്രസ് ചെയ്യാൻ അദ്ദേഹത്തോട് ശ്രമിക്കുമ്പോൾ ഇതൊക്കെ നിൻ്റെ തോന്നലാണ്, നിനക്ക് ഭ്രാന്താണ്, ഇത് എന്ത് കഷ്ടമാണിത്, ഭ്രാന്തെടുക്കുന്നു തുടങ്ങി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു ഭാരമായി ഈ ഇമോഷണൽ ഡിസ്കണക്റ്റിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം നമ്മളെല്ലാ പേരും പറയുന്ന കോമൺ സജഷൻ, നിങ്ങൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകൂ, നന്നായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറയും. പക്ഷേ ഈ പറഞ്ഞ പോലെ കേൾക്കാൻ ആൾ റെഡിയല്ല എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തിയുടെ ഉള്ളിലും കുറേ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ ഈ വ്യക്തിയെ സത്യം പറഞ്ഞാൽ ഈ സൊസൈറ്റി എന്താണ് കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കാണ്, യു ഷുഡ് നോട്ട് എക്സ്പ്രസ് യുവർ ഇമോഷൻസ് എന്നുള്ളത്. ആണുങ്ങളെ സംബന്ധിച്ച് അവർ പാവമാണ് സത്യത്തിൽ. അവർക്ക് അറിയില്ല, കുറേ അധികം ആൾക്കാർക്ക് ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് അറിയില്ല, അവരുടെ സ്ട്രെസ് എങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. നമ്മളാണെങ്കിൽ നാലടുത്ത് സംസാരിച്ചുകൊണ്ടെങ്കിലും നമുക്ക് നടക്കാനായിട്ട് നമ്മൾ ഓക്കെ കുറേ നമ്മൾ പ്രാക്ടീസ്ഡ് ആണ്, നമുക്കത് ഷെയർ ചെയ്യാം എന്നുള്ളത്. നമ്മൾ സംസാരിക്കുന്ന ഒരു കോൾ പോലെ ആയിരിക്കില്ല അവർ സംസാരിക്കുന്നത്. നമ്മൾ ചോദിക്കും എഴുതി നീ എപ്പോൾ ഇറങ്ങി, ആ ഓക്കെ നീ അവിടെ നിന്ന് എത്തിയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ വിളിച്ചു ചോദിക്കും. പക്ഷേ ഇതേ സംഭവം നമ്മളൊരു മെയിലാണ് വിളിച്ചു ചോദിക്കുക, എടാ നീ ഇറങ്ങിയോ, നീ ബസ് കിട്ടിയോ, അപ്പോൾ അവർ ഇതെന്തോ വല്ലാത്തൊരു കെയറിങ് എന്നുള്ളൊരു രീതിയിലേക്ക് അവർ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. ഇത് ഇവർ പറയാനായിട്ട് റെഡിയല്ല. അവരെ സംബന്ധിച്ചും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു രീതിയിൽ നിൽക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ചിലരൊക്കെ ഹൗസ് വൈഫായിട്ട് ഇരുന്നതിന് ശേഷം ഇവർ വന്ന ആ സമയത്ത് തന്നെ കംപ്ലയിൻറ്റ്സ് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ കേസിൽ അങ്ങനെയല്ലല്ലോ, അത് ഓഫീസിലുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഇവർ ആദ്യം തന്നെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഇവരുടെയും ഉള്ളിലെ നെഗറ്റിവിറ്റി ആയിരിക്കും അല്ലേ. ഇപ്പോൾ വിദ്യ ഭയങ്കര നെഗറ്റീവായിട്ട് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുക, ഒത്തിരി വിഷമത്തിലും ഒക്കെ കടന്നു പോവുക. അപ്പം ഞാനിങ്ങനെ കാണുന്ന സമയത്ത് തന്നെ വന്നിട്ട് പറയാണ് എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ, ഇത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും പോയിട്ട് ആ നെഗറ്റീവ്സ് തന്നെ പറയുമ്പോൾ അതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് പോവാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഒരു നെഗറ്റീവ് വേർഡൊക്കെ അപ്പോൾ കേട്ട് കഴിയുമ്പോൾ പിന്നെ ഇത് പറയണ്ട നമുക്കും വരിക പോകും. അവിടെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രോപ്പറായ വേയിൽ എന്താണ് എൻ്റെ റിലേഷൻഷിപ്പിനുള്ളിലെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കണം. കമ്മ്യൂണിക്കേഷനാണ് ഒരു റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ എലമെൻറ്റ്. അവിടെ എന്ത് വീക്ക്നെസ് വന്നാലും അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമ്മളത് വീണ് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ഹീൽ ചെയ്ത് തന്നെ പോകണം. അസേർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്ന കുറേയധികം ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യുന്ന രീതിയുണ്ട്, നമ്മൾ റിയാക്റ്റീവായിട്ട് സംസാരിക്കാതിരിക്കേണ്ട രീതിയുണ്ട്, ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യാണ്ടിരിക്കേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായി പഠിച്ചിട്ട് തന്നെ വേണം റിലേഷൻഷിപ്പിലേക്ക് നിൽക്കാൻ. ഈ പ്രീ മാരേജ് കൗൺസിലിംഗ് ആയാലും മാരേജ് കൗൺസിലിംഗ് ആയാലും ഒക്കെ എടുക്കണം. ഇതൊന്നും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവ് മെൻ്റൽ വെൽനെസ് ആണ്. അതുകൂടി എല്ലാവരും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ലോങ് ടേം നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കാൻ പോകുന്നത് നമ്മുടെ പാർട്ട്ണറിനോടൊപ്പമാണ്. അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ നന്നായി മനസ്സിലാക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിലാണ് ആ റിലേഷൻഷിപ്പ് മനോഹരമാവുന്നത്. ആ വ്യക്തിക്ക് എങ്ങനെ സംസാരിക്കാം, ആ വ്യക്തിയോട് എപ്പോൾ സംസാരിക്കാം, ആളെങ്ങനെയാണ് സ്ട്രെസ്സ് വരുമ്പോൾ ബിഹേവ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി അവർക്ക് കേൾക്കാൻ പറ്റും. ഒരാൾ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ടേൺ കൊടുക്കുക, നെക്സ്റ്റ് ഡേ ഞാൻ സംസാരിക്കാം, മറ്റേ ആൾ അത് കഴിഞ്ഞ് വേറൊരു ദിവസം സംസാരിക്കട്ടെ. രണ്ടുപേരും ഒരേപോലെ സ്ട്രെസ്സ് പ്രോസസ്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇത് പറഞ്ഞപ്പോഴേ എനിക്കിങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു റീഅഷുറൻസ് ആയിക്കോട്ടെ, കേൾക്കുന്നതായിക്കോട്ടെ, ഒരു ജെൻഡർ വേയിൽ ആണുങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരമൊരു റീഅഷുറൻസും ഇത്തരമൊരു ചേർത്ത് പിടിക്കലുമാണ്. പക്ഷേ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് ഇത്തരമൊരു റീഅഷുറൻസും ഇത്തരമൊരു കണക്റ്റുമാണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എനിക്കൊരു പ്രത്യേക ഒരു പെർസെൻറ്റേജ് ഓഫ് രീതിയിൽ തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ അവിടെ എത്തിയിട്ടുള്ളതിൽ കുറേ പേര് ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ഉള്ള മെയിൽ പാർട്ട്ണറും അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻ്റ് ഉള്ള ഫീമെയിൽ പാർട്ട്ണറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആങ്ഷ്യസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകളിലാണ് അവിടെ ഡിഫറൻസ് വരുന്നത്. പക്ഷേ പൊതുവേ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആണുങ്ങൾ ഈ പറയുന്ന പോലെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല, കൂടുതലായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു. ഇത് നമ്മൾ സൊസൈറ്റി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷനിങ് കൈൻഡ് ഓഫ് ഒരു പാരൻറ്റിങ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് അവർക്കത് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും നോക്കാണ്ട് പാരൻറ്റിങ് ചെയ്തിട്ടുള്ളവരുടെ മക്കളിൽ എല്ലാ തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലും വരുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലാണ് പ്രശ്നം. റീഅഷുറൻസ് പെണ്ണിന് കൂടുതൽ വേണം, ആണിന് കുറവ്, അങ്ങനെയൊന്നുമില്ല. ഒരു വ്യക്തിയുടെ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്താണോ ആ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അവർ സ്നേഹം പ്രതീക്ഷിക്കുന്ന, എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രീതി തന്നെയാണ്. അവർ അടുപ്പമുള്ള വ്യക്തിയോട് ഇങ്ങനെയായിരിക്കും പെരുമാറുന്നത് എന്നുള്ളത്. അത് ആ ഒരു രീതിയിലായിരിക്കുന്നേ, അല്ലാതെ ജെൻഡറിൽ അല്ല അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ അവരെങ്ങനെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ ഡോക്ടർ, അത് കഴിഞ്ഞ് ഇനി നമ്മളൊരു മാരേജിലേക്ക് കടന്നു വന്നിരിക്കട്ടെ. അതിൻ്റെ ഒരു ആദ്യ ഹണിമൂൺ കാലം, അത് എല്ലാ കുടുംബക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഹാപ്പിനെസ് ആയിരിക്കും.
പക്ഷേ അവിടെയും നമ്മൾ ആദ്യമായിട്ടാണ് ഒരു റൂഫിന് കീഴിലേക്ക് ഒരുമിച്ചെത്തുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ യഥാർത്ഥ ഡിഫറൻസസുകൾ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് യോജിച്ച് പോകാൻ പറ്റുന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസുമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വരാറുണ്ടോ? ആ ഒരു കാലം അത് നമ്മൾ ഈ പറയുന്നത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണോ മനുഷ്യർ പ്രോസസ്സ് ചെയ്യുന്നത്? ആക്ച്വലി ഈ ഒരു ഹണിമൂൺ ഫേസ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അട്രാക്ഷൻ ഫേസ് എന്നോ പറയുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളിതൊക്കെ കണ്ടു തുടങ്ങും. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മളും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ് നിൽക്കുന്നത്, എക്സൈറ്റഡ് ആണ്, അതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു പ്രശ്നമായി തോന്നില്ല. അതെ. പക്ഷേ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മളിതെല്ലാം നോട്ടീസ് ചെയ്ത് തുടങ്ങും. ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമൊന്നും നമ്മളിത് പറയത്തില്ല. ഒരു ഗുഡ് മാരേജ് സിൻഡ്രോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒഫീഷ്യലി അങ്ങനെ ഒരു നെയിം ഇല്ല, ബട്ട് സ്റ്റിൽ സൈക്കോളജിക്കലി നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. ഗുഡ് മാരേജ് സിൻഡ്രോമാണ്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് പതിയെ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്ന കൈൻഡ് ഓഫ് ഒരു രീതി നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ വന്നതിന് ശേഷം ഇവർ ഈ ഒരു തരത്തിൽ സംസാരിക്കാൻ തുടങ്ങും. ഓക്കെ, ഞാൻ അന്ന് തന്നെ അത് നോട്ടീസ് ചെയ്തിരുന്നതാണ്, എന്നാൽ പിന്നെ അന്ന് തന്നെ അത് പറയരുതോ എന്നുള്ള രീതിയിൽ മറ്റേയാൾ ചോദിക്കാൻ തുടങ്ങും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മളത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവിടെ അക്സെപ്റ്റൻസ് ഇല്ല, അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പിന്നീട് റിയാലിറ്റി ഫേസ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡിലാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുകയും, കാരണം നമ്മൾ അവിടെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ഇതാണ് എൻ്റെ പേഴ്സൺ, ദിസ് ഈസ് ഹൗ മൈ ലൈഫ് ഈസ് ഗോയിങ് ടു ബി എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് റിയലൈസേഷൻ കിട്ടുകയാണ്. പിന്നെ അവിടെ തന്നെ നിൽക്കാൻ നമുക്ക് തോന്നത്തില്ല, എങ്ങനെയെങ്കിലും ഈ ചരടൊക്കെ ഒന്ന് പൊട്ടിച്ചിറങ്ങണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്തേ മതിയാവൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാൻ തുടങ്ങും. അവിടെ റിയാലിറ്റി ഫേസിലെത്തുന്നവരാണ് കൂടുതലും കൗൺസിലിങ്ങിലേക്കും അല്ലെങ്കിൽ ഡിവോഴ്സ് വേണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പോകുന്നത്. പക്ഷെ അവർ രണ്ടാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. ഈ റിയാലിറ്റി ഫേസ് കഴിഞ്ഞതിന് ശേഷമാണ് അക്സെപ്റ്റൻസ് ഫേസും യഥാർത്ഥത്തിലുള്ള റിയൽ ലവിലേക്കും ഒക്കെ മാറുന്നത്. അത് പക്ഷേ ആരും അധികം മനസ്സിലാക്കാൻ റെഡിയാവുന്നില്ല. അട്രാക്ഷൻ ഫേസിൻ്റെ ആ ഒരു ഇനിഷ്യൽ എക്സൈറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ റിലേഷൻഷിപ്പ് മതിയെന്ന് പറഞ്ഞിട്ട് ഓടുന്ന കുറേ ഇതാണ്. ഈ റിയാലിറ്റി ഫേസിലേക്ക് നമ്മളെത്തി ആദ്യത്തെ ഒരു, ഇപ്പോൾ ഹസ്ബൻഡ് സ്ഥിരമായി കുളിച്ചിട്ട് ബെഡിൽ തോർത്തിടുന്നു. ആദ്യം ഞാൻ ചിലപ്പോൾ അതെടുത്ത് അയൽ തൂക്കുകയായിരിക്കും, പിന്നെ പറയും ഇതിങ്ങനെ ഇടരുതേ, പുള്ളി വീണ്ടും ആവർത്തിക്കുന്നു, അയ്യോ ഇതെൻ്റെ ശീലമാണ്. അത്തരം ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നത്. ഇവിടെ ഇനിയൊരു തമ്മിൽ പൊരുത്തപ്പെടുക എന്നുള്ള ഒരു റിയാലിറ്റി ഫേസ് ഉണ്ടല്ലോ, അത് എല്ലാവരും അങ്ങനെ കൗൺസിലിങ്ങിലേക്കും ഒന്നും എത്തണമെന്നില്ല. തമ്മിൽ പൊരുത്തപ്പെടാൻ സ്വയം ശ്രമിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്? ബേസിക്കലി മനുഷ്യനെ പറ്റിയും എൻ്റെ പാർട്ട്ണറെ പറ്റിയൊക്കെ എങ്ങനെയായിരിക്കും ആ പൊരുത്തപ്പെടൽ സാധ്യമാകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്? അപ്പോൾ ഇവിടെ പൊരുത്തപ്പെടൽ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു ബലമാണ് അല്ലേ. മനക്കരുത്തെന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് രണ്ടുപേര് തമ്മിൽ കൂടുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ കൗൺസിലിങ്ങിലേക്കൊന്നും വരണം അങ്ങനെയൊന്നും സാധ്യതകളില്ല. അറിവുണ്ടാവില്ല, ചിലരത് ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോഴും കൗൺസിലിങ്ങിലേക്ക് വേറൊരു രീതിയിലാണ് ആൾക്കാർ കാണുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൽ അതിൻ്റേതായിട്ടുള്ള സാധ്യതയുണ്ട്, അത് അവിടെ തന്നെ നിൽക്കട്ടെ. അത് സാധാരണ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് തന്നെയുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് കൗൺസിലിങ്ങിന് വരാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ടിപ്പ് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റും. അതായത് ഒരു നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യം, 2 നോൺ നെഗോഷ്യബിൾ ആകുന്ന കാര്യം. ഇത് പാർട്ട്ണറുമായിട്ട് സംസാരിക്കുക. എനിക്കിങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ട് എന്ന് തന്നെ പറയുക. ഇതെനിക്ക് നെഗോഷ്യബിളാണ്, ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് ഞാൻ തന്നെ വേണമെങ്കിൽ തോർത്തെടുത്ത് ഞാൻ മാറ്റിക്കോളാം എന്നുള്ള രീതിയിൽ. പക്ഷേ രണ്ടാമത്തെ കാര്യം, ചിലർ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ, ടോയ്ലറ്റ് നല്ല രീതിയിൽ ക്ലീൻഡ് ആയിട്ട് തന്നെ വേണം, ഒരു ക്ലീനിങ് ഒക്കെ നല്ല പോലെ രണ്ടുപേരും മാറി മാറി ചെയ്യണം, വളരെ നല്ല വൃത്തിയുള്ള ഒരു ടോയ്ലറ്റ് ആയിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലരും എന്താണ് നോൺ നെഗോഷ്യബിളിൻ്റെ കൂട്ടത്തിലിടും. അല്ലെങ്കിൽ കഴിക്കുന്ന പ്ലേറ്റ് എടുക്കണം എന്ന് പറയുന്ന കാര്യം അവരങ്ങനെ എനിക്ക് നോൺ നെഗോഷ്യബിളാണ്, എടുക്കണം എന്ന് തന്നെ പറയും. അല്ലെങ്കിൽ അവർ ആ ഒരു നനഞ്ഞ ക്ലോത്ത് എന്ന് പറയുന്നത് അത് അവിടെ എവിടെയെങ്കിലും വിരിച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്തിടണം. ഹൗസ് ഹോൾഡ് ഇങ്ങനെ പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് രണ്ടുപേരും തമ്മിൽ ചെയ്യണം എന്നൊക്കെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. ഇതിലെനിക്ക് ഇത് ഓക്കെ ചെയ്യാൻ പറ്റില്ല, ശീലമാണെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, കൂടെ തന്നെ നിൽക്കും. അതല്ലെങ്കിൽ ആ തോർത്ത് അവിടെ തന്നെ കിടക്കും എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നെഗോഷ്യബിൾ ലിസ്റ്റ്, നോൺ നെഗോഷ്യബിൾ ലിസ്റ്റ്, ഒരു ബൗണ്ടറി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. 10 ബൗണ്ടറീസ് ഉണ്ട്. കാരണം നമ്മളിവിടെ ഒരിക്കലും സഫർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ല പോകുന്നത്. ഇത് എൻ്റെയും ലൈഫാണ്, ആ വ്യക്തിയുടെയും ലൈഫാണ്. ആ വ്യക്തിയും എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം ഈ പാർട്ട്ണറിനെ എനിക്ക് വേണം എന്നുള്ളത്. അപ്പോൾ കുറേയൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെ കാര്യത്തിലാണെന്ന് കണ്ടെത്തണം. ബാക്കിയെല്ലാം നമ്മൾ അക്സെപ്റ്റൻസിന് റെഡി ആവണം. എല്ലാം തിരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ തിരുത്തിയാലും കൊള്ളാം, തിരുത്തിയില്ലെങ്കിലും കൊള്ളാം എന്നുള്ള കാര്യങ്ങളും നമുക്ക് വേണം
അതുപോലെ തന്നെ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വേണം. നമ്മളെ അറിയണം, പാർട്ട്ണറിനെ അറിയണം. നമുക്കും കുറേ ഫ്ലോസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് തിരുത്താൻ പറ്റുന്നത് ഇതൊക്കെയേ ഉള്ളൂ, ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് അവരോടും പറയാൻ പറ്റണം. അത് അവരും അക്സെപ്റ്റ് ചെയ്യണം. അതാണ് സിമ്പിൾ ടിപ്പ്. ഡോക്ടർ, എനിക്ക് തോന്നുന്നു ഈ ഫേസിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇമോഷണൽ നീഡ് ഉണ്ട്, അതുപോലെ തന്നെ ഡെയിലി കുടുംബം നടന്നു പോകാനുള്ള ഹൗസ് ഹോൾഡ് ചോർസ് ഉണ്ട്. ഇത് ഇങ്ങനെ പല കാര്യങ്ങൾ വരുന്ന ഒരു സമയമാണ് ഈ റിയാലിറ്റി ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ അറിയുകയാണ് നമ്മളെ പാർട്ട്ണർ ഇങ്ങനെയാണ്, ഒപ്പം ജീവിക്കുന്നത് എങ്ങനെയാണ്, എൻ്റെ ഇമോഷൻസിനെ ടേക്ക് കെയർ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരിടാണ്. ഇവിടെ നമുക്ക് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം, എവിടെയായിരിക്കും ഇതെനിക്ക് പറ്റില്ല, ഞാനിത് നിറങ്ങുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഞാനല്ലാതായി പോവും, ഞാൻ വീണ് പോവും എന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എവിടെയായിരിക്കണം ഇത് തുടരാമെന്ന് മനസ്സിലാക്കേണ്ടത്? അതിനൊരു ലൈനുണ്ടോ, അതിരുണ്ടോ, അതെങ്ങനെയാണ്? അപ്പം അതായത് നമുക്ക് എല്ലാ പേർക്കും എന്താണ്, കുറേയൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. പക്ഷെ ഒത്തിരി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അവിടെയാണ് കുറേയധികം നമ്മൾ ടോക്സിക് ആണോ അൺഹെൽത്തി ആണോ ഈ റിലേഷൻഷിപ്പ് എന്ന് മനസ്സിലാക്കേണ്ടത്. അൺഹെൽത്തി ആണെങ്കിൽ അവിടെ പിന്നെയും ഒരു ഹീലിംഗ് ചാൻസ് ഉണ്ട്. ഹെൽത്തി അല്ല, അൺഹെൽത്തിയാണ്. പക്ഷെ ടോക്സിക് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നിടത്ത് നമുക്കവിടെ തുടരാനായിട്ട് പറ്റത്തില്ല. അതാണ് ഈ നമ്മൾ കേട്ടിട്ടുണ്ടാവും കുറേയധികം മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട്, നാർസിസ്റ്റിക് ആണ് എൻ്റെ പാർട്ട്ണർ എന്ന് ഞാൻ റിയലൈസ് ചെയ്തത്. ഇത് തീരെ ഒരു തരി പോലും എമ്പതി ഇല്ലാത്ത വ്യക്തികളെയാണ് നമ്മൾ നാർസിസ്റ്റിക് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സൺ ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓക്കെ, എന്നെ കൊണ്ട് പറ്റത്തില്ല. കാരണം അവിടെ സ്ഥിരമായി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം വളച്ചൊടിക്കുന്നുണ്ട്, ബ്ലെയിം ഷിഫ്റ്റിംഗ് ഭയങ്കരമായിട്ട് കൂടുതലാണ്, ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ആടിനെ പട്ടിയാക്കി മാറ്റുകയാണ്. എനിക്ക് എൻ്റെ റിയാലിറ്റി പോലും ഓർക്കാൻ പറ്റുന്നില്ല, യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല, തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ. എല്ലാത്തിലും കൺട്രോളിങ് ആണ്. നമ്മളെന്ന പേഴ്സണെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പണ്ട് നമ്മൾ എപ്പോൾ കരഞ്ഞിരുന്നു, എപ്പോൾ ചിരിച്ചിരുന്നു, എങ്ങനെ നമ്മൾ സന്തോഷിച്ചിരുന്നേ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒത്തിരി നമ്മൾ അങ്ങ് അകന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുക ഈ ഒരു കൺട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് റെഡ് സൈൻസ് തന്നെയാണ്. അതിനെ നമുക്ക് പിന്നീട് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ വ്യക്തിക്കൊരു റിയലൈസേഷൻ വേണം, നമ്മുടെ കൂടെയുള്ള പാർട്ട്ണറിനും നമുക്കും ഏത് പരിധി വരെ ഞാൻ മാറാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഈ മാറ്റം എന്ന് പറയുന്ന റിലേഷൻഷിപ്പിനുള്ളിൽ നടക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതൊരു ഗ്രോത്ത് ആയിരിക്കണം, ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആയിരിക്കണം. അല്ലാതെ ഞാനെന്ന വ്യക്തി പിന്നെയും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോകാൻ അനുവദിക്കുകയും ചെയ്യരുത്. പണ്ടത്തെ ഞാൻ വെറും ഒരു ഓർമ്മയാണെന്ന് തോന്നുന്നൊരു രീതിയിൽ ജീവിക്കുകയും ചെയ്യരുത്. ഡോക്ടർ, ഇത് കഴിഞ്ഞ് ഒരു കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ നമ്മളൊരു മിഡ് ലൈഫിലേക്കൊക്കെ എത്തുന്നു, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ടാവും, അവരൊക്കെ പഠനമൊക്കെ ഇങ്ങനെ ഒരു യന്ത്രം പോലെ കുടുംബം നടന്നു പോകുന്നുണ്ടാവും. അവിടെ നമുക്കിങ്ങനെ തോന്നി തുടങ്ങും നമ്മൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോഴാണ് ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്നൊക്കെ വാക്കൊക്കെ അതെ പ്രാധാന്യമുള്ളതെന്ന് തോന്നുന്നു. ശരിക്കും അത് ഞാൻ സ്ത്രീകളുമായി അസോസിയേറ്റ് ചെയ്ത് കേട്ടിട്ടുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, അത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണോ, അതോ മുഴുവൻ മനുഷ്യരും മിഡ് ലൈഫിൽ അത്തരം ഒരു ക്രൈസിസും ഒരു മടുപ്പും ചിലപ്പോൾ മറ്റു ബന്ധങ്ങളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസിയും, അല്ലെങ്കിൽ മറ്റു ചില സ്ത്രീകളുമായിട്ടോ പുരുഷന്മാരുമായിട്ടോ ഒരു ഫ്ലേർട്ട് ചെയ്യാനും എനിക്കൊരു റീജുവനേറ്റ് ചെയ്യാനൊക്കെയുള്ളൊരു മറ്റു മനുഷ്യരെ തേടാനും ഒക്കെ തുടങ്ങുന്നൊരിടമായിട്ടാണ് കണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മിഡ് ലൈഫ് ദാമ്പത്യത്തിൽ കണ്ടിരിക്കുന്നത്? ഓക്കെ, ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 40കളിലൊക്കെ എത്തുന്ന ആ ഒരു സമയം മുതലാണ് ഇവരെന്ത് ചെയ്ത് വീണ്ടും അടുത്തൊരു സൈക്കിളിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്നത്. കാരണം ഇവർ സെറ്റിൽ ഡൗൺ ആയി. അതുവരെ ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് സംസാരിക്കാൻ വേറെ ഒരു കാര്യവും ഇല്ല എന്നുള്ള രീതിയിൽ ഇവർ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടേതായിട്ടുള്ള ലോജിസ്റ്റിക്സിനെ കുറിച്ചോ അതേ ഉണ്ടാവുകയുള്ളൂ. അല്ലാണ്ട് ഇവർക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഫണ്ണി മൊമെൻറ്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊരു സമയം വേണം, ഇങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു തുടങ്ങും. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും മെനോപോസ് പോലുള്ള പല കാര്യങ്ങളും ഏർലിയർ ആയിട്ട് ഇപ്പോൾ പലർക്കും സംഭവിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത് കാരണം ഇവരുടെ മൂഡ് ചേഞ്ചസ് അങ്ങനെയുള്ള പല കാര്യങ്ങളും സംഭവിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ എഫേർട്ടൊക്കെ ഇടാനും അല്ലെങ്കിൽ നമുക്ക് ഈ വ്യക്തിയെ എത്രത്തോളം ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ ജീവിക്കാനാണെങ്കിലും അങ്ങനെ ഒരു കാര്യം വരത്തില്ല. പക്ഷേ ഇത് നമ്മൾ ഭയങ്കര ഒരു ദാമ്പത്യത്തിൽ ഒരു വിരക്തി ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഒരു ബോറൻ പരിപാടിയാക്കി നമ്മളതിനെ മാറ്റിക്കഴിയും. അപ്പം മാത്രമല്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കില്ല, എനിക്കുണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ചസ് ആണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പാർട്ട്ണർ വേണം. അല്ലെങ്കിൽ എനിക്ക് എന്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് അറിയാത്ത രീതിയിൽ ഒരു മൂഡ് ചേഞ്ചസ് വരുന്നതാണ് എന്നുള്ളത് ഓപ്പണായിട്ട് അവിടെ പറയാനും ഇവർ ഒരുമിച്ച് തന്നെ ആ ഒരു പ്രോസസ്സ് ഹീൽ ചെയ്യാനും നോക്കണം. നമ്മളിവിടെ നോക്കേണ്ടത് നമ്മുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവസാനിച്ചു, നമ്മൾ അക്സെപ്റ്റൻസ് സ്റ്റേജിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞവരാണ്. നമുക്കറിയാം ഇവരെന്താണ് നമ്മളെന്താണ് എന്നൊക്കെ ഉള്ളത്. പക്ഷെ വീണ്ടും നമ്മൾ അവിടെയാണ് ഈ സെക്കൻഡ് ഹണിമൂൺ പോലുള്ള പല കാര്യങ്ങളും ചെയ്യുന്നത്. എക്സൈറ്റഡ്
ആക്കി മാറ്റുക. കൂടെ ജീവിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് ഓരോ പാർട്ട്ണറുടെ ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന മിഡ് ലൈഫ് ക്രൈസിസ് ഒന്നും അവിടെ ഇല്ല. അപ്പോൾ 2 പേർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതേ ലെവലിൽ കൊണ്ടുപോകാനായിട്ട്. ലോജിസ്റ്റിക്സിൽ മാത്രം ഒതുങ്ങാതെ കുട്ടികൾ വന്നാൽ പോലും ഇവർക്ക് 2 പേർക്കും മാത്രമായിട്ടൊരു ദിവസം വേണം, കുറച്ച് സമയം വേണം. അല്ലാതെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുന്നത് മാത്രമല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ. അവരവരുടെ പാട്ടിന് കുറച്ചാൾ കഴിയുമ്പോൾ പോകും, പിന്നെയും ഇവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഉള്ളതെന്ന് ഉറപ്പിക്കുകയാണ് ഏറ്റവും അത്യാവശ്യം. ഓക്കെ. ഡോക്ടർ ഇത് പറയുമ്പോഴും പലരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അതിന് എനിക്കിനിയിപ്പോൾ ജോലിക്ക് പോകണം, വന്നിട്ട് വീട്ടിലെ പണി മുഴുവൻ എടുക്കണം, കുട്ടികളുടെ ഹോംവർക്കും ട്യൂഷനും മുഴുവൻ നോക്കണം, ഇതിനിടയിൽ പിന്നെ ഇതിനൊക്കെ എങ്ങനെയാണ് ഞാൻ നേരം കണ്ടെത്തേണ്ടത്? ഇല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കല്യാണം കഴിച്ച ആളല്ലേ, എൻ്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ, ഞാനിപ്പോൾ കുറച്ചൊന്ന് എക്സൈറ്റഡായി പെരുമാറിയില്ലെങ്കിൽ അങ്ങനെ എന്നെ വിട്ടും പോവുകയോ അല്ലെങ്കിൽ രാത്രി വീട്ടിൽ വരാൻ വൈകുകയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതിനല്ലേ കമ്മിറ്റഡ് എന്ന് പറയുന്നത്, കല്യാണം എന്ന് പറയുന്നത്. അങ്ങനെ വിചാരിക്കുന്ന, അത് സ്വാഭാവികമായി ഇതങ്ങ് നടന്നു കൊള്ളണം, ഇത് ഒരു അങ്ങനെ നടക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ സ്വയം കണ്ടെത്തുക എന്ന് പറയില്ലേ, ആ ഒരു പ്രോസസ്സ് സ്ത്രീകൾ, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാവാം ഞാൻ ആ ഒരു ഓറിയൻറ്റേഷനിൽ ചോദിക്കുന്നത്, എങ്ങനെയാണ് സ്വയം കണ്ടെത്തേണ്ടത്? ഒരു 40കളിലേക്കൊക്കെ അടുക്കുമ്പോൾ ഒരു വീണ്ടെടുക്കൽ, അതിന് കുറച്ച് ടിപ്സ് പറഞ്ഞാൽ അത് എന്തായിരിക്കും? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നതിൽ വേറെ 2 കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം ഇവർ പറയുന്നത് എനിക്കിതിനൊക്കെ എവിടെയാണ് സമയം എന്നുള്ളത് പാർട്ട്ണർ ചിന്തിക്കാനുള്ള ഇടയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ട്നേഴ്സിനോട് നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഇത് ഡ്യൂട്ടി അല്ല, ലവ് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ബാക്കി ചെയ്യുന്നതെല്ലാം ഡ്യൂട്ടിയാണ്. അപ്പോൾ ലവ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ലവ് ഹോർമോണിന് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്, അറ്റാച്ച്മെൻറ്റ് ഹോർമോൺ ഓക്സിറ്റോക്സിൻ നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഏജിങ്ങിലേക്ക് നമ്മൾ, ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്കൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കുറേ കാലം ജീവിച്ചാൽ മതിയോ, ഒരു ഇമോഷണൽ കണക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിച്ചു പോയാൽ മതിയോ എന്നുള്ള രീതിയിലും അവരത് മനസ്സിലാക്കണം. ഇനി ഒരു സ്ത്രീ ആയിക്കൊള്ളട്ടെ, ഏതൊരു വ്യക്തി ആയിക്കൊള്ളട്ടെ, അതാണ് നമ്മുടെ ചോദ്യം അവിടേക്ക് വരുന്നു. അവിടെ നമ്മൾ എത്തുമ്പോൾ ഈ 40കൾ അല്ലെങ്കിൽ 50കൾ ഈ ഏജ് അങ്ങ് മറക്കുക. ഇതൊക്കെ ജസ്റ്റ് എ നമ്പർ എന്നുള്ള കാര്യമാണ് സത്യം. നിങ്ങൾ പണ്ട് മുതലേ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെയുള്ള ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വരാനായിട്ട് നോക്കണം. ഇനി അതിനൊന്നും പറ്റിയില്ല, ഇന്നാണ് എനിക്ക് അങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത്, ഈ നിമിഷം തന്നെ മതി എനിക്ക് ട്രാൻസ്ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ട്രാൻസ്ഫോം ചെയ്യും. എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും, എൻ്റെ ബ്യൂട്ടിയെക്കുറിച്ച് ഞാൻ ചിന്തിക്കും, എൻ്റെ വെൽത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കും. എനിക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങും. അതായത് മറ്റൊരു വ്യക്തിക്ക് നമുക്ക് തരാൻ സമയമില്ല, നമുക്കും കൂടി അതിനുള്ള സമയമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയേ ചെയ്യരുത്. അപ്പോൾ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഞാൻ കൂടുതൽ ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഞാൻ കൂടുതൽ ഹെൽത്തി ആവാൻ തുടങ്ങും. ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ആരോഗ്യമുള്ള ഒരു മനസ്സും കൂടെ നമുക്ക് കിട്ടാൻ തുടങ്ങും. എൻ്റെ മാനസിക ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും എന്ത് ചെയ്യണം എന്നുള്ളത് കണ്ടെത്തും. ഹോബീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. എനിക്കൊരു നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് സർക്കിൾ ആവശ്യമാണ്. പലരും വിവാഹം കഴിയുമ്പോഴോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സർക്കിളിൽ കുടുങ്ങി, അതെ ഫ്രണ്ട്സ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ മാറും. അവിടെ നമുക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുൾ ഏജിങ് നടക്കില്ല. നമുക്കവിടെ നെറ്റ്വർക്ക് വേണം. എനിക്ക് എൻ്റേതായിട്ടുള്ള സന്തോഷം ഇതാണ്. അപ്പം മറ്റേയാൾ ചോദിച്ചു തുടങ്ങും, അയ്യോ എനിക്ക് തരാൻ സമയമില്ലേ, ഇത് ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ. അപ്പം നമ്മൾ പറയുക ഇത് ബാലൻസ്ഡ് ആയിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഇവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് അവിടെ എനിക്ക് കുറേ സമയം കൊടുക്കാൻ പറ്റി. പക്ഷേ എല്ലാത്തിനും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വേയിൽ എന്നെ എങ്ങനെ ഹാപ്പിയാക്കി വെക്കാം എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുകയും ചെയ്യുക. പക്ഷേ കുടുംബത്തെ മറക്കാനും പാടില്ല. ഡോക്ടർ ഇത് പറയുമ്പോഴും ഞാനൊക്കെ വിവാഹം കഴിച്ച നാളുകളിലൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ എഫേർട്ടൊന്നും ഇടണ്ട, ഇത് എന്നും ഇങ്ങനെ രസമായിട്ടൊക്കെ തന്നെ പോവും എന്ന് ആണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറിയുന്നുണ്ട്, അല്ല, ബന്ധങ്ങളിൽ മനുഷ്യർ തമ്മിൽ ചില എഫേർട്ടുകൾ ഇടേണ്ടതുണ്ട്, ഒന്ന് നവീകരിക്കേണ്ടതുണ്ട്. രണ്ടുപേരും ഒന്ന് എഫേർട്ട് ഇട്ടാലേ ഇതിൻ്റെ ഒരു ഭംഗിയോടെ പുതുമയോടെ പോവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥായീഭാവം മടുപ്പിലേക്കൊക്കെ ഏത് ബന്ധങ്ങളും എത്തിപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ബന്ധങ്ങളിൽ എഫേർട്ട് ഇടുക എന്നുള്ളത് ആവശ്യമാണോ? എങ്ങനെയാണ് അത് സാധ്യമാക്കേണ്ടത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ കണക്ഷനാണ്. എഫേർട്ട് വേണം, കൺസിസ്റ്റൻസി വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, ഷെയർഡ് ആയിട്ടുള്ള ഇമോഷണൽ എക്സ്പീരിയൻസസ് വേണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റൂ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ അതേ കാര്യമാണ് അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇൻ്റർ പേഴ്സണൽ റിലേഷൻഷിപ്പാണ് ഈ
റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബ്ലഡ് റിലേഷൻ അല്ല. ഈ വ്യക്തി എപ്പോഴും നമ്മുടെ കൂടെ കാണുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇത് എൻ്റേതല്ലേ എന്നുള്ള ആ ഒരു തോന്നൽ വരുമ്പോൾ നമ്മൾ സ്നേഹിക്കത്തില്ല. നമ്മൾ സ്നേഹം പിന്നെ കൊടുക്കാം, കെയറിങ് പിന്നെ കൊടുക്കാം, എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ മാറ്റിവെക്കും. പക്ഷേ നമുക്കൊരു പേഴ്സണെ കൂടെ വേണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ പറയണം. നമ്മുടെ മാധവിക്കുട്ടി ടീച്ചറൊക്കെ പറയുന്ന പോലെ നമ്മൾ ശവക്കല്ലറയിൽ പോയി പൂവിട്ട് കരഞ്ഞിട്ട് എന്ത് ചെയ്യാൻ, അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂടെ കൂടിയ വ്യക്തിയോട് എനിക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിലനിർത്താൻ, ആ വ്യക്തിയെ ഇമ്പ്രസ് ചെയ്യാൻ ഞാൻ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക തന്നെ വേണം. എഫേർട്ട് എന്ന് പറയുന്നത് അത്രയും അത്യാവശ്യമുള്ള കാര്യമാണ്. എവിടെയാണോ സ്നേഹം കുറഞ്ഞു പോയി എന്ന് തോന്നുന്നത് അവിടെ നമ്മൾ സ്നേഹത്തെ ഫില്ല് ചെയ്യുക. നമുക്ക് അവരോട് ഒരു നെഗറ്റീവായിട്ടുള്ള ക്രിറ്റിസിസം പറയാനുണ്ടെങ്കിൽ 5 പോസിറ്റീവ് കോംപ്ലിമെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എഫേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കലാണ് അവരെക്കുറിച്ച്, നമ്മൾ ഡെയിലി ബേസിസിൽ അവരെ ചൂസ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അതൊരു ചോയ്സാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് കൊടുക്കുക. ഡെയിലി ബേസിസിൽ പാർട്ട്ണറിനെ നമ്മളൊരു ചോയ്സാക്കി തന്നെ മാറ്റുക. അതൊക്കെ വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു കേസുണ്ട്. ഇത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാനിങ്ങനെ പണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്നെ ചൂസ് ചെയ്തതാണ് എന്നുള്ളതിൽ വളരെ അഭിമാനിച്ചിരുന്നൊരു പെൺകുട്ടിയാണ്. വളരെ നന്നായി ജീവിതം പോവുകയും ചെയ്തിരുന്നു. പക്ഷെ ഒരു സമയത്ത് അവൾ ഭയങ്കര കരഞ്ഞിട്ട് ഓഫീസിലേക്ക് വന്നു. പിന്നെ ഞങ്ങളൊക്കെ സമാധാനിപ്പിച്ച് ചോദിക്കുമ്പം പറഞ്ഞു, അല്ല പുള്ളിക്ക് മറ്റൊരു അഫെയർ ഉണ്ട്, അപ്പം ഞാനത് ഇന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ പൊളിഞ്ഞു പോയതും അതാണ്, പുള്ളി മറ്റൊരാളെ ചൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു സാധനമാണെന്ന് തോന്നുന്നു. അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അതൊന്നും അല്ല ആളെ വേദനിപ്പിക്കുന്നത്, പുള്ളി മറ്റൊരാളെ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ എനിക്കും മേളിൽ മറ്റൊരാളെ പ്രയോറിറ്റൈസ് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് ബന്ധങ്ങളിൽ മൂന്നാമതൊരാൾ കടന്നു വരുന്നത്? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി കണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും മൂന്നാമതൊരാൾ കടന്നു വരുന്നതും അല്ലെങ്കിൽ എക്സ്ട്രാ മറൈറ്റൽ അഫെയർസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേയധികം കേസസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്പെയറിലാണെങ്കിലും ഇങ്ങനെ മൂന്നാമതൊരാളുടെ കേസുമായിട്ടായിരിക്കും കൂടുതൽ പേര്. കാരണം അവിടെ മാത്രമാണ് ഇവർക്ക് വേറൊരാളുടെ കാര്യം അല്ലേ പറയാനായിട്ട് പറ്റാതെ പോകുന്നത്. അവിടെ നമ്മളെ അവർ വിശ്വസിക്കും, നമ്മുടെ അടുത്തേക്ക് എത്തും. അവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ മൂന്നാമതൊരാൾ എന്തുകൊണ്ട് വന്നു എന്നുള്ളതും ആ വ്യക്തി ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളതും മാറ്ററാണ്. പക്ഷേ നമ്മൾ കണ്ടുവരുന്ന കാര്യം ഈ ചൂസ് ചെയ്ത ആൾക്കല്ല കൂടുതൽ വിഷമവും അല്ലെങ്കിൽ ഡൗൺ ആയി പോകുന്നതും ഇവരല്ല. ഈ പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്. അവരുടനെ അത് അവരുടെ സെൽഫ് വേർത്തുമായിട്ട് അങ്ങ് കണക്ട് ചെയ്യും. എന്നിട്ട് ശരിക്കും എൻ്റെ എന്തൊക്കെയോ കുറവുകൾ കാരണമാണ് ഈ വ്യക്തി പോയതെന്ന് വിചാരിക്കും. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് വികാരമുണ്ട് വിചാരമുണ്ട് അല്ലേ? അപ്പം നമ്മൾ തീർച്ചയായിട്ടും വികാരത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ മനുഷ്യ മൃഗം എന്നേ നമ്മളെ പറയാൻ പറ്റൂ. അപ്പം നമുക്ക് വിചാരം വേണം, വീണ്ടും വിചാരം വേണം, കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ബന്ധത്തിലാണ് നിൽക്കുന്നതെന്ന് പറയണം. എവിടെയാണോ നമുക്കൊരു കുറവ് വരുന്നത് അത് പങ്കാളിയോട് തുറന്ന് പറയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. പല കാര്യങ്ങളിലും ഇവർക്കൊരു അട്രാക്ഷനൊക്കെ കുറവ് തോന്നും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. അങ്ങനെ ഇമോഷൻസിൻ്റെ പിന്നാലെ നമുക്ക് പാഞ്ഞു പോകാൻ പറ്റില്ല. അത് റെഗുലേറ്റ് ചെയ്ത് തന്നെ വേണം നമ്മൾ നിർത്താൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, കമ്മിറ്റ്മെൻറ്റ് തന്ന് ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി നിൽപ്പുണ്ടെങ്കിൽ ആ വ്യക്തി പിന്നീട് വേറൊരാളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ സെൽഫ് വർത്തിനെ അല്ല, അവരുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത്. കമ്മിറ്റ്മെൻറ്റ് തരാൻ കഴിവില്ലാത്ത, ഒട്ടും റെസ്പോൺസിബിൾ അല്ലാത്ത, ഇമോഷണലി റെഗുലേറ്റഡ് ആയി നിൽക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പാണത്. അത് ആ വ്യക്തി ചെയ്ത മിസ്റ്റേക്ക് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഹീ കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഹീ കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്. അപ്പോൾ അവിടെ നമുക്കൊരു പവർ സ്ട്രഗിളിൻ്റെ പോലും ആവശ്യം വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഫർഗീവ് ചെയ്യാം, വേണമെങ്കിൽ തുടരാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു വിക്ടിം മൈൻഡ് സെറ്റിലോ ഡൗൺ ആയിപ്പോയ മൈൻഡ് സെറ്റിലോ നിന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ മൂന്നാമതൊരാൾ കയറി വരുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയോട് തന്നെ ചോദിക്കുക, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേഴ്സണെ ചൂസ് ചെയ്തു? ഇതൊരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല, അതാണ് ഫസ്റ്റ്. മിസ്റ്റേക്ക് നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യമാണ് മിസ്റ്റേക്ക്. ഇതൊരു ചോയ്സാണ് അല്ലേ, അവർ ചൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ചൂസ് ചെയ്തു, എവിടെയാണ് നിങ്ങൾക്ക് കുറവ് വന്നത്, വീണ്ടും അവിടെ പോകണം എന്നുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാണ്. ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കണം മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ. അല്ലാതെ ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വ്യക്തിയുടെ കൂടെ എന്തിനാ ഇങ്ങനെ ഒരു വ്യക്തി നമ്മുടെ കൂടെ, നമുക്ക് വില നൽകുന്ന എക്കാലവും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരാൾക്ക് വേണ്ടി നമുക്ക് നിൽക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് റിലേഷൻഷിപ്പിൽ തുടരാൻ പറ്റത്തില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവരൊക്കെ നമ്മളോട് പറയുന്നത്, എടി ഇപ്പോൾ പുള്ളി സോറിയൊക്കെ പറയുന്നുണ്ട്, തുടരാം എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ ഇതിനിയും ആവർത്തിക്കുമോ? അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരിക്കൽ ചീറ്റ് ചെയ്തയാൾ പിന്നെയും ചീറ്റ് ചെയ്യുമോ, നിങ്ങളുടെ അഭിപ്രായം പറയൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, ഇതൊരു വലിയ ക്വസ്റ്റ്യനാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത്
ബന്ധങ്ങളിൽ പിന്നെയും ഇത് ആവർത്തിക്കുമോ എന്നുള്ള ഭയത്തിൽ ജീവിക്കുന്നു. ചിലപ്പോൾ അത് ആവർത്തിച്ചോളണമെന്നൊന്നുമില്ല. ആ ഇൻസെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? എന്താ പറയാനുള്ളത്? അവിടെ എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള കേസസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ഞാൻ ഇവരോട് ചോദിക്കുന്നത്, സോറി പറഞ്ഞു എന്നുള്ളത് മാഡത്തിന് ഉറപ്പാണോ എന്ന് ചോദിക്കും. പിന്നെ അതെ, സോറി നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പറഞ്ഞത്? അത് ഭയങ്കരമായിട്ട് ആൾ പറഞ്ഞു, ഇനി ഞാനിത് ആവർത്തിക്കില്ല. അവന് കുറച്ച് സാഹിത്യം മിക്സ് ചെയ്ത് പറഞ്ഞു. അവന് അതെ, അങ്ങനെ ഭയങ്കര ലാംഗ്വേജ് ഒക്കെ ചേർത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കും, മാഡം അത് പിറ്റേ ദിവസം മുതൽ മാഡം അത് ആളുടെ ആക്ഷൻസിൽ കണ്ടോ എന്ന് ചോദിക്കും. സോറി എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ആൾ പോളിഷ് ചെയ്ത വാക്കുകളല്ല, ആളുടെ ചേഞ്ച്ഡ് ആയിട്ടുള്ള ബിഹേവിയറാണ്. ഒരു 3 മന്ത് അല്ലെങ്കിൽ ഒരു 6 മന്ത് ആൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ? ഇതിനൊരു അക്കൗണ്ടബിലിറ്റിയാണ് ആദ്യം വേണ്ടത്, അപ്പോളജി അല്ല, അക്കൗണ്ടബിലിറ്റി വേണം. അപ്പോൾ ആ അക്കൗണ്ടബിലിറ്റി എടുത്തൊരു വ്യക്തി തന്നെയാണോ കൂടെ നിൽക്കുന്നതെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എങ്കിൽ മാത്രമേ ഇവരിത് ആവർത്തിക്കില്ല എന്നുള്ളത് പറയാൻ പറ്റൂ. അപ്പോൾ ചോദിക്കുമ്പോൾ ഇവർ വീണ്ടും ഇത് ആവർത്തിക്കൂ എന്ന് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഉത്തരം തരാൻ എനിക്ക് മനുഷ്യരാണ്. പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഭാഗമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹീലിംഗ് ചെയ്യാം. കാരണം ചിലരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ചില കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന് അവരിങ്ങനെ മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. ബോർഡർ ലൈൻ പോലുള്ള കുറച്ച് കേസുകളിൽ വീണ്ടും വീണ്ടും ഇതുപോലുള്ള റിലേഷൻഷിപ്പുകളിൽ പോകാറുണ്ട്. അവിടെ അവർക്ക് പ്രോപ്പറായിട്ട് തെറാപ്പി വേണം. രണ്ടാമത്തെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവർ ചോദിക്കും, എന്തുകൊണ്ട് പോയി എന്ന് ചോദിക്കും. അപ്പം പറയാം, എനിക്ക് ഇങ്ങനെ തീരെ ഇതിൽ ഞാൻ ഒറ്റപ്പെട്ട് തന്നെയാണ് നിന്നത്, അല്ലെങ്കിൽ ഒരു ഫണ്ണ് നമ്മുടെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നത്. നിങ്ങൾ തുറന്ന് പറഞ്ഞിരുന്നോ? അത് പറഞ്ഞിരുന്നില്ല. ഇനിയെങ്കിലും അത് ആവർത്തിക്കുക. മറ്റേ വ്യക്തി എൻ്റെ ഫ്രണ്ടായിട്ട് പിന്നെയും ഞാൻ കൂടെ നിർത്തിക്കോട്ടെ, അത് പറ്റില്ല. അത് കംപ്ലീറ്റ് ഒരു കട്ട് ഓഫ് തന്നെയാണ്. അല്ലാതെ ആ വ്യക്തിയും കൂടെ ഉണ്ട്, ഞാൻ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ വിളിക്കും, സംസാരിക്കും, എന്നിട്ട് ഞാൻ എൻ്റെ പാർട്ട്ണറിനൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ ലൂപ്പിൽ തന്നെ ചെന്ന് പോകും. അതുകൊണ്ട് നമ്മൾ പിന്നെ കണ്ടുവരുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തി പോയില്ലേ, അതുകൊണ്ട് ഈ വ്യക്തിയെ ഭയങ്കര കൂടുതലായിട്ട് സ്നേഹിക്കും, ഈ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കും. ആർക്കാ? ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കല്ല, നേരെ മറിച്ച് എന്ത് ചെയ്തു, ഈ ആരാണോ ചൂസ് ചെയ്തത് മൂന്നാമത്തെ ഒരാളെ കൊണ്ടുവന്നത്, കാരണം ഇവർക്കൊരു ഡിപ്പെൻഡൻസി ഉണ്ട് ഈ വ്യക്തിയോട്. ഈ വ്യക്തി ഇനി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യുക, സ്വന്തം വ്യക്തിത്വം മറന്നിക്കുക. ഞാൻ ചോദിക്കും, ഇത് നിങ്ങൾ അറിഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യമാണോ? അതെൻ്റെ എന്തോ കുറവ് കൊണ്ടാണെന്ന് തോന്നല്ല. ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണോ? ഇല്ല, ഇനി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. മാഡം ഹീൽഡ് ആയിട്ട് തന്നെയാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചോദിക്കും. അപ്പം പറയാം, അത് അല്ല, ആ ഹീലിംഗ് വേണ്ടേ? അല്ല, ആളെ ഒന്ന് മാറ്റി തന്നാൽ മതി. ആളെ പിടിച്ചു വെക്കാനുള്ള ഒരു വ്യഗ്രതയാണ്. ആളെ ഒന്ന് മാറ്റി തന്നാൽ മതി എന്ന് പറയും. അപ്പം ഞാൻ ആളല്ല മാറേണ്ട, ആദ്യം നമ്മൾ മാറണം. നമുക്കൊരു ബാലൻസ് ഉണ്ടെന്ന് ഇനിയെങ്കിലും ഉറപ്പ് വരുത്തണം. നമ്മൾ ആ വ്യക്തിയെ എന്ത് അവർ കാണിച്ചാലും വിട്ടിട്ട് പോകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ വീണ്ടും പോകും. അപ്പം നമുക്കൊരു ബാലൻസ് ഉണ്ട് എന്ന് ഉറപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ആ വ്യക്തിയെ പ്ലീസ് ചെയ്യല്ല വേണ്ട, അവരുടെ അക്കൗണ്ടബിലിറ്റി ചെക്ക് ചെയ്യുക, അവരിനി ഇത് ആവർത്തിക്കോ ഇല്ല എന്നുള്ള അപ്പോളജി അവരുടെ ആക്ഷൻസിലൂടെ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് മെയിൻ. ഡോക്ടർ, ഇത് പറയുമ്പോഴും വലിയൊരു ടോപ്പിക്കാണ് ഇത്. ഒരു മണിക്കൂറിൽ സംസാരിച്ച് തീരുക സാധ്യമല്ല. പക്ഷെ ഞാൻ ഇനി വളരെ പോയിൻ്റ് ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മനുഷ്യർ പൊതുവേ മോണോഗമസ് അല്ലെന്നും പൊളിഗമസ് ആണെന്നും, പക്ഷേ അവനെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ സോഷ്യലി സെറ്റ് ചെയ്ത് മോണോഗമസ് ആയിട്ട് ഈ സൊസൈറ്റി തുടരാൻ നമ്മളിങ്ങനെ കൊണ്ടുപോവുകയാണെന്നുള്ളൊരു വാദം കേട്ടിട്ടുണ്ട്. അതെന്തോ ആവട്ടെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ എപ്പോഴും ബന്ധങ്ങളിൽ ഒരു പാർട്ട്ണറെ തന്നെ ചൂസ് ചെയ്ത് ഒരു പാർട്ട്ണറുമായി തന്നെ ജീവിക്കണം എന്നത് തന്നെയുണ്ടോ? അതോ ഇങ്ങനെ ബന്ധങ്ങളിൽ മാറിക്കളിക്കുന്ന മനുഷ്യരെ കാണാറുണ്ടോ? എന്തായിരിക്കണം ഒരു റിലേഷൻഷിപ്പിൽ കടന്നു വരുന്ന മനുഷ്യരുടെ ഒരു പാറ്റേൺ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയൊക്കെയാണ് കണ്ടിരിക്കുന്നത്? അതെങ്ങനെയായിരിക്കുന്നതാണ് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിന് നല്ലതാണെന്ന് തോന്നിയിരിക്കുന്നത്? ഓക്കെ, ഇത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുവന്നിരിക്കുന്നതും കേട്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ സത്യം തന്നെയാണ്. മനുഷ്യനൊരു മൃഗമാണ്. ഒരു മൃഗത്തെ സംബന്ധിച്ച് വളരെ ചുരുക്കം ചില മൃഗങ്ങൾക്ക് മാത്രമേ ഒറ്റ ഇണയൊക്കെ ഉള്ളൂ, അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യനെ സംബന്ധിച്ച് ഒന്നിലധികം പേരോട് അട്രാക്ഷൻ തോന്നാം. അത് ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് തോന്നാം. അവിടെയാണ് വികാരവും വിചാരവും എന്ന് പറയുന്ന രണ്ട് കാര്യം വ്യക്തികൾക്കുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. വികാരത്തിൻ്റെ പുറകെ നമ്മൾ പോകാണ്ട് വിചാരത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യരുത്. റിലേഷൻഷിപ്പ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മൾ കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് റിലേഷൻ കണ്ടിട്ടുണ്ട്. അതായത് ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയും. അതായത് ഇവർക്ക് അങ്ങോട്ട് പോകണമെങ്കിലും പോകാം, ഇങ്ങോട്ട് പോകണമെങ്കിൽ, പക്ഷേ ഓപ്പണായിട്ട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് പറയുന്നത്. ഇത് രണ്ടും രണ്ട് രീതിയും രണ്ട് ചിന്താഗതിയുള്ള വ്യക്തികൾ തമ്മിൽ റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല, ചെയ്യരുത്. അത് നമ്മളൊരു മനുഷ്യനെന്നോളം പറയുന്നതാണ്, മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ പറയുന്നതാണ്. കാരണം മറ്റേ ആൾക്ക് ഒറ്റ പാർട്ട്ണർ മതി, അങ്ങനെ വേറെ പുറമേലേക്കൊന്നും പോകാൻ ഒരു താല്പര്യവുമില്ല. വെസ്റ്റേൺ കൾച്ചറോ അല്ലെങ്കിൽ വേറെ നമ്മൾ കണ്ടുവരുന്നതും കേട്ട് വരുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല എങ്കിൽ നമ്മളെങ്കിൽ ആ വ്യക്തിയല്ല നമ്മുടെ പാർട്ട്ണർ. തുടക്കത്തിൽ തന്നെ നമ്മുടെ സെക്ഷൽ എക്സ്പെക്റ്റേഷൻസ്, നമ്മൾ എന്താണ് ഈ പറയുന്ന പോലെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു മാരേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്, ഇതൊക്കെ അവരോട് പറഞ്ഞിരിക്കുക. അവരോട് നീതി കാട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കൂടെ ഒരു വ്യക്തി കൂടുമ്പോൾ ആ വ്യക്തിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ജസ്റ്റിസ് കൊടുക്കുക, വളരെ ലോയലായിട്ടിരിക്കുക, അവർ ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് മാത്രം മതി എല്ലാ ഹാപ്പിനെസ്സും, മറ്റേയാൾ എങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആ പോയിന്റിലൊക്കെയാണ് നമ്മൾ ഇറങ്ങി മാറി വരേണ്ടത്. അപ്പോൾ കണ്ടുവരുന്ന ട്രെൻഡിലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ മെജോറിറ്റി വൺ പാർട്ട്ണർ എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേൾക്കുന്നത് ഇതുപോലെ കുറേ അധികം കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അല്ലെങ്കിൽ മനസ്സിലൊരാൾ, അല്ലെങ്കിൽ പുറമെ വേറൊരാൾ, അല്ലെങ്കിൽ അവിടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഫോൺ ഓഫ് ചെയ്യുന്നത് വരെ വേറൊരാൾ, ഇങ്ങനെയൊക്കെ കുറേ പാറ്റേൺസ് ഉണ്ട്. പക്ഷേ എന്ത് തന്നെയായാലും സൊസൈറ്റി അംഗീകരിച്ചിരിക്കുന്നതും നമ്മളിപ്പോഴും ഒന്ന് പൊതിയാതെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും ഒറ്റ പാർട്ട്ണറേ ഉള്ളൂ എന്നുള്ള കാര്യം തന്നെയാണ്. ഡോക്ടർ, ഇനി നമ്മൾ സംസാരിക്കാതെ വിട്ടൊരു ഏരിയയാണ്. ഒരു മിഡിൽ ഏജൊക്കെ കഴിയുന്നു, മക്കളൊക്കെ വലുതാവുന്നു, അവരവരുടെ ഇടങ്ങളിലേക്ക് പറന്നു പോകുന്നു. ആ സമയത്തും നമ്മൾ കണ്ടിട്ടുണ്ട് മനുഷ്യർ തമ്മിൽ, അതായത് ഭാര്യ ഭർത്താവ് നമ്മളിനി വീണ്ടും തനിച്ചാവുകയാണ്, നമ്മുടെ തിരക്കൊക്കെ കഴിഞ്ഞു, മക്കളൊക്കെ പോയി എന്ന് ഉൾക്കൊണ്ട് ഒരുമിച്ച് നിൽക്കാതെ ഈ മക്കളുടെ കാൽ പിടിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക, അവർ കെയർ തരണമെന്ന് ആഗ്രഹിക്കുക, അവരിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. പവർ, ചിലപ്പോൾ വസ്തുക്കളൊക്കെ ആയിരിക്കും, അതൊക്കെ കയ്യിൽ വെച്ചിട്ട് പവർ വെച്ചിട്ട് കുട്ടികളെ അല്ലെങ്കിൽ കുട്ടികളെ കൊതിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ പാർട്ട്ണർ ആയിരിക്കുക എന്നുള്ളത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. അവിടെ എങ്ങനെയായിരിക്കണം നമ്മൾ നമ്മുടെ ഒരു റീവയറിങ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഇവിടെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊരു ജെറിയാട്രിക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവരെ സംബന്ധിച്ച് ഒരുപാട് ചിന്തകളും ഒക്കെ വരും. കാരണം ഈ ഒരു വലിയൊരു ഫ്രസ്ട്രേഷൻ അവരുടെ മനസ്സിൽ വരാൻ കാരണം ഇവർ ജീവിച്ചത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ മിഡ് ലൈഫിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം, മക്കൾക്ക് എത്ര സമയം കൊടുക്കും, നമുക്ക് എത്ര സമയം വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്, ഇനി അവരെൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ ഇപ്പോഴും ഒരു പവർ സ്ട്രഗിളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ആർക്കാണ് കൂടുതൽ പവർ എന്നുള്ളത്, അപ്പം നമ്മളൊരു നല്ല പാരൻ്റ് അല്ല എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അവർക്ക് നമ്മൾ കൊടുത്ത കെയറും കൺസേണും നമുക്ക് തിരിച്ചു കിട്ടും. എപ്പോഴാണോ നമുക്ക് വേണ്ടത് അപ്പോൾ തിരിച്ചു കിട്ടും. അതല്ലാതെ അവരെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എഫേർട്ടൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് പിന്നീട് മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും എന്നൊന്നും ഉള്ളത് നമ്മൾ വിചാരിക്കാൻ പാടില്ലാത്ത കാര്യം. ഇത് നമ്മുടെ ഉള്ളിലെ ഡിസപ്പോയിൻമെൻറ്റിനെയാണ് കാണിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് വന്നൊരു കേസായിരുന്നു. അതായത് എൻ്റെ മകള് ഇവിടെ US-ലാണ്, അപ്പോൾ എനിക്കും US-ൽ പോകണം, അവൾ US കണ്ടിട്ടുണ്ട്, ഞാനും US കാണണം എന്നുള്ള രീതിയിൽ നമ്മൾ കമ്പാരിസൺ അവിടെ ചെയ്യുന്നത്. മക്കളുടെ ജീവിതം, മക്കൾ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കണമെന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ കമ്പയർ ചെയ്തിട്ട് അവർക്ക് നല്ലത് കിട്ടി, എനിക്ക് മോശം കിട്ടി എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യും. ഇത് ആക്ച്വലി ഒരു കോഗ്നിറ്റീവ് എററാണ്. കമ്പാരിസൺ എന്ന് പറയുന്നത് ഒരു ചിന്താപരമായിട്ടുള്ള ഒരു എററാണ്, കോഗ്നിറ്റീവ് ഡിസ്ട്രോഷൻ തന്നെയാണ്. ആ പാറ്റേണൊക്കെ നമ്മൾ ആദ്യമേ മാറ്റി തന്നെ തുടങ്ങണം. നമുക്കിടയിൽ എന്ത് സന്തോഷം കണ്ടെത്താം എന്നുള്ള രീതിയിൽ അവിടെ ചിന്തിച്ച് തുടങ്ങണം. അവിടെയെങ്കിലും ഒരു ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിനിടയിൽ വരണം. ഒരു പാർട്ട്ണറെങ്കിലും വീണ്ടും വിചാരത്തോടു കൂടി ചിന്തിക്കണം. അതായത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തത്, അതെൻ്റെ കടമയായിരുന്നു. ഒരു ഫാമിലി ക്രിയേഷൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കടമയാണ്. ആ കടമ അവർ നിറവേറ്റിയതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക. എന്നിട്ട് ഇവർക്കിടയിൽ വീണ്ടും ഫണ്ണും ഈ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ വേണം. ഒരു 50s ഒക്കെ കഴിഞ്ഞവർ ചിലപ്പോൾ കപ്പിൾ സെഷനിലേക്ക് എത്തും കേട്ടോ. അവർക്കിടയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ കണക്ഷൻ കുറച്ചുകൂടെ കൂട്ടണം. എന്നിട്ട് അവർക്ക് ഒരു ഡൗട്ടാണ്, ഈ പ്രായത്തിൽ ആരെങ്കിലുമൊക്കെ വരുമോ ഡോക്ടർ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാനും വരും, ഇഷ്ടംപോലെ ആൾക്കാർ നമുക്ക് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി അവർക്ക് അവർ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അത് മനസ്സിലാക്കി നിൽക്കാൻ നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു ക്രൈസിസ് ആയിരിക്കില്ല.
ഇവിടെ പാർട്ട്ണർ എനിക്ക് ഒന്നും തരുന്നില്ല എന്നുള്ള തോന്നലാണ് വീണ്ടും കുട്ടികളിൽ നിന്ന് പിടിച്ചു വാങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പാർട്ട്ണർ എന്ന് പറയുന്നത് എപ്പോഴും സപ്പോർട്ടീവായിട്ട് തന്നെ നിൽക്കുക. ആ സമയത്ത് ഒരു ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നിടത്ത്, ആരോഗ്യം അനുവദിക്കുന്നിടത്തൊക്കെ പോകാനും ഒക്കെ ശ്രമിക്കണം. ഓക്കെ ഡോക്ടർ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ് സക്സസ് എന്ന് ഡിഫൈൻ ചെയ്യൂ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വിചാരിക്കുന്നത് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഒരു സക്സസ്ഫുൾ ലൈഫ് എന്ന് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. കാരണം ഞാൻ കുറേ മനുഷ്യരെ കണ്ടിട്ടുണ്ട്, എല്ലാ തലത്തിലും ഹാപ്പിയാണ്, എല്ലാം നേടിയിട്ടുണ്ട്, പക്ഷേ ഫാമിലി ലൈഫ് ഭയങ്കര അൺഹാപ്പിയാണ്. അതുകൊണ്ട് മാത്രം അൺഹാപ്പിനെസ് അനുഭവിക്കുന്ന, തൃപ്തരല്ലാതെ ജീവിക്കുന്ന, തകർന്നു പോകുന്നവരെ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പി ഫാമിലിയാണ് എൻ്റെ സക്സസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. എൻ്റെ ചോദ്യം 1, ഇത് എത്രമാത്രം ശരിയാണെന്ന് ഡോക്ടർ വിചാരിക്കുന്നു? 2, കുടുംബത്തിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് സക്സസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഡെഫിനേഷൻസ് കിട്ടുമെങ്കിലും നമ്മളെന്താ അത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളതിന് തന്നെയാണ്. അവിടെ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സക്സസ്സും ഒരു ഹാപ്പിനെസ്സും ആണ്. വാസ്തവത്തിൽ നമുക്കൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം വളരെ സംതൃപ്തിയോടുകൂടി ജീവിച്ചിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കലാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഇത് നേടി, പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ അത് വെച്ചിട്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കണം. അപ്പോൾ ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, പുറമേ നിന്ന് നോക്കുന്നവർ പറയും വളരെ സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം ഉള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ഞാൻ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഞാനുണ്ടായിരിക്കും. അവിടേക്ക് എത്താൻ വേണ്ടി ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. അവിടെ എത്തിയാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ആ പോയിന്റ് വരെ ഞാൻ ഹാപ്പി അല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫിനെ കൊണ്ടുപോകുന്നത് നോക്കുക. അതിന് നമുക്കുള്ള പാരാമീറ്റേഴ്സ് ഒരിക്കലും ഒരു കമ്പാരിസൺ അല്ല. മറ്റൊരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈഫിൽ ജീവിച്ചു പോകുന്നത്. ഒരു പക്ഷേ നമ്മൾ പറയും ഈ വ്യക്തിക്ക് BMW ഉണ്ട്, അവരെന്നും യാത്ര ചെയ്യുന്ന BMW-ലാണ്. അപ്പോൾ മറ്റേ ആളെ നമ്മൾ നോക്കുമ്പോൾ പറയും ഇല്ല, ഈ വ്യക്തിക്ക് BMW ഒന്നുമില്ല, ഒരു ഇന്നോവയാണ് ഓടിക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ BMW ഉള്ള വ്യക്തിയായിരിക്കും ഭയങ്കര ഹാപ്പി ആൻഡ് സക്സസ്ഫുൾ. പക്ഷേ ആ വ്യക്തിയായിരിക്കും ഏറ്റവും കൂടുതൽ EMI ലോണും ഉള്ളത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിലായിരിക്കും താൻ ഇങ്ങനെ തിരക്കുകൾ മാത്രം പോയപ്പോൾ ജീവിക്കാൻ മറന്നു പോയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കാശോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കരിയറിലെ ഗ്രോത്തോ ഇതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള ഫാമിലി. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, ആ ഒരു ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഫാമിലിക്ക് ഒരു വ്യക്തമായ ബോണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ വിഷമിക്കുമ്പോൾ ആദ്യം വിളിക്കുന്ന പേഴ്സൺ ഞാനാണ് എന്നെനിക്ക് തോന്നണം, ഉറപ്പ് വരണം. ഇവരുടെ ഒരു കാര്യവും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവാൻ പാടില്ല. എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു, ഞാൻ അറിയുന്നത് ഏറ്റവും അവസാനമാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല. അവിടെ നടക്കുന്ന ഒരു ഹാപ്പിനെസ് ആയിക്കൊള്ളട്ടെ, അവിടെ വരുന്നൊരു വിഷമമായിക്കൊള്ളട്ടെ, എനിക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അവിടെ ഞാൻ എത്തിയിരിക്കണം, അവിടെ ഞാനൊരു ഭാഗമായിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഫാമിലിയാണ്. ഈ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഈ ഫാമിലിയെ ഹാപ്പിയാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ തരത്തിലുള്ള തിരക്കുകളിലേക്കും പോകുന്നത്. അപ്പോൾ ഈ തിരക്ക് എനിക്ക് സന്തോഷം തരുന്നതാണോ എന്ന് ഞാൻ നോക്കുക. ഫാമിലിയെ ഇഗ്നോർ ചെയ്യുന്നതാണോ എൻ്റെ ഹാപ്പിനെസ്? അങ്ങനെയാണെങ്കിൽ സെൽഫ് ലവും അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സും മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആസ്പെക്റ്റ് അവിടെ വരുന്നില്ല, ഫാമിലിയും വരുന്നില്ല. നമ്മളൊരു ആസ് എ പേഴ്സൺ ഞാൻ ഹാപ്പിയാണ്, അതാണ് എനിക്ക് വേണ്ടതെന്ന് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അതാണ് ഹാപ്പിനെസ്. ആ വ്യക്തിയെ നമുക്ക് ഫാമിലി എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാം വരുന്നൊരു കാര്യം, ഒരു വ്യക്തിയുടെ വാല്യൂ എന്താ, പേഴ്സണൽ വാല്യൂ എന്താ, അത് ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ആ വ്യക്തിക്ക് തോന്നിയാൽ ഫാമിലിക്ക് വേണ്ടി നിൽക്കുക. അതല്ല ആ വ്യക്തിക്ക് സ്വയം ഞാനാണ് ഇമ്പോർട്ടൻ്റ് തോന്നിയാൽ വേറൊരു വ്യക്തിയെ കൂടെ കൂട്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാണ്ടിരിക്കുക, അവരവരുടെ കാര്യത്തിൽ ജീവിച്ചു പോകുക എന്നേ പറയാൻ പറ്റും. ഡോക്ടർ, ഇനി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചില സോഷ്യൽ മീഡിയ ഒരുപാട് നമ്മളോട് പറയുന്ന വേർഡ്സിൻ്റെ ക്ലാരിറ്റി ചോദിച്ചോട്ടെ. ഒന്ന്, ഡോക്ടർ പറഞ്ഞു പോയത് തന്നെയാണ് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി. ഞാനിത് മനുഷ്യർ അവിടെ ഇവിടെയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. പുള്ളി കറക്റ്റ് നാർസിസ്റ്റാണ്. ഞാൻ മറ്റ് സോഷ്യൽ മീഡിയ പറയുന്നതൊക്കെ നോക്കി, ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. ശരിക്കും എന്താണ് ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ? നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാണ്. ടൈപ്പ് B അല്ലെങ്കിൽ ക്ലസ്റ്റർ B കാറ്റഗറിയിലാണ് വരുന്നത്. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിക്ക് എമ്പതി ഉണ്ടായിരിക്കില്ല. മറ്റൊരു വ്യക്തി കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ്, ഇതൊന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഇവരോടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്, പക്ഷേ ലോ സെൽഫ് എസ്റ്റീമാണ്. ഇവർക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉള്ളിലുണ്ട്. പക്ഷേ വാസ്തവത്തിൽ പൊതുവെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ തൻ്റെ പാർട്ട്ണറിനെ ചൂഷണം ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറിൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത, ഒട്ടും അനുകമ്പയില്ലാത്തൊരു വ്യക്തിയാണ് നാർസിസ്റ്റിക് പാർട്ട്ണർ എന്ന് പറയുന്നത്. ആ വ്യക്തി എപ്പോഴെങ്കിലുമൊക്കെ ഇവരോട് വലിയ കൺസേൺ ഉള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ സെൽഫ് ഇമേജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മുന്നിൽ.
തന്നെക്കുറിച്ചാണ് ഒരു എന്താ സ്വയം രതി എന്ന് പറയുന്ന പോലെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി. അവർക്ക് മറ്റൊരു വ്യക്തിയില്ല, അവരെ മാത്രം. അതുപോലെയാണ് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയാറുണ്ട്. അവൾ ബോർഡർ ലൈൻ ആയതുകൊണ്ടാണ് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്, അങ്ങനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞു പോകുന്ന കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ബോർഡർ ലൈനും അഗൈൻ ക്ലസ്റ്റർ ബിയിൽ തന്നെ വരുന്ന ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ കഴിയാത്ത പോലുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവർക്ക് ഈസിലി അവർ ട്രിഗേർഡ് ആവും, വളരെ ഇമ്പൾസീവ് ആയിരിക്കും, അതുപോലെ തന്നെ സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ വളരെ കൂടുതലായിരിക്കും, ത്രെട്ടൻ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പലപ്പോഴും എന്ത് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കൂടെ പിടിച്ച് നിർത്താനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. മാത്രമല്ല ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ ഒരുപാട് ടാൻഡ്രംസും അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ കാണിക്കും. ഇമോഷണൽ പെയിനെ ഒന്ന് അവർ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കൊരു ഫിസിക്കൽ പെയിൻ സ്വയം ഒന്ന് വേദനിപ്പിച്ചിട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയൊക്കെ വളരെ വലിയൊരു രീതിയിലാണ് എടുത്തുചാട്ടം കൂടുതലുള്ള വ്യക്തികൾ എന്നൊക്കെയുള്ള രീതി മനസ്സിലാക്കുമെങ്കിലും അതിലും കുറേയധികം ക്ലാസിഫിക്കേഷൻസ് വേറെ വരുന്നുണ്ട്. ഡിസ്കറേജ്ഡ് ബോർഡർ ലൈൻ, പെറ്റുലൻ ബോർഡർ ലൈൻ, അങ്ങനെ കുറേ അധികം ഉണ്ട്. നമ്മളതെല്ലാം മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. അതായത് ഇന്ത്യയിലാണെങ്കിലും ലോകത്തിലാണെങ്കിലും കണക്കെടുത്ത് 5-ൽ ഒരാൾ ബോർഡർ ലൈൻ എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് റിലേഷൻഷിപ്പ് സ്ട്രഗിൾ ചെയ്യുന്നത് അറിയാതെ പോകുന്ന ബോർഡർ ലൈൻ ട്രേഡ്സോട് കൂടിയ ചില വ്യക്തികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയെ ഡിഫൈൻ ചെയ്യുന്നത് അയാൾ ആയിത്തീർന്നിരിക്കുന്ന അയാളുടെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽ, അയാൾ ആയിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ്. എൻ്റെ ഒരു ചോദ്യം, ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണോ? അയാൾക്ക് ആരുമായും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരുമായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടായി പോകുന്നു, ബോധപൂർവമല്ല എങ്കിൽ പോലും. അപ്പം ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്കൊരു തെറാപ്പി എടുത്താൽ കൊള്ളാം, എനിക്കൊരു മാറ്റം വേണം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എനിക്ക് ഒരാളോട് പറയണം. ഇതൊക്കെ സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്ന കാലം മാറി വരികയാണ് ഉറപ്പായും. എങ്കിലും എന്താണ് ഒരു തെറാപ്പിയുടെ പ്രാധാന്യം? നമ്മൾ ഒരാളോട് സംസാരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് എനിക്ക് പറ്റുന്ന ഒരു തെറാപ്പിസ്റ്റിനെ കണ്ടെത്തേണ്ടത്? ആ ഒരു ഏരിയ കൂടി സംസാരിക്കാമോ? ഓക്കെ, ഷുവർ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് നമുക്ക് എല്ലാ വ്യക്തികളുമായിട്ടും ഈസിലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്നത് ഒരുപാട് ട്രെയ്റ്റ്സോട് കൂടിയ നമ്മുടെ ടെമ്പറമെൻറ്റ് എന്താണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ തിങ്കിങ് പാറ്റേൺ എന്താണ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ ചിന്ത എങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തകളുടെ ഒരു പെരുമാറ്റമുണ്ട്, അതെങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യക്തികൾക്കിടയിൽ ഞാൻ ഓക്കെ അല്ല, ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസും കാണില്ല, ഞാൻ ആരോടും ഒന്നും സംസാരിക്കില്ല, ഞാൻ പിൻവലിഞ്ഞ് മാറി നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ. ഇനി എൻ്റെ മനസ്സിൽ തന്നെ വേറൊരു ചിന്ത വരികയാണ്, ഈ വ്യക്തികളെല്ലാം എനിക്കിട്ട് എന്തോ പണി വെക്കാൻ വേണ്ടിയിട്ടാണ് ചുറ്റിനും നിൽക്കുന്നത്, അപ്പോൾ ഞാൻ ഭയങ്കര അലേർട്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കുറേയധികം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ, ഇപ്പോൾ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്നത് അവോയ്ഡൻ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു മെയിൻ തോട്ടാണ്. അതുപോലെ തന്നെ ഇവരെല്ലാം എന്തോ ഒരു പ്രശ്നക്കാരാണ്, പാരനോയിഡ് പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു തോട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ ചിലപ്പോൾ നിൽക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ എല്ലാം പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വേദനിപ്പിക്കുന്ന ചിന്തകൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഏതോ ഒരു പെർട്ടിക്കുലർ തോട്ട് നമുക്ക് വീണ്ടും വീണ്ടും വരുന്നത് നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യുന്ന രീതി. എല്ലാവരും പറയും എനിക്ക് ഭയങ്കര സ്ട്രോങ് മൈൻഡാണ്, പക്ഷെ നമ്മളൊന്നും ചെയ്യത്തില്ല അതിന് വേണ്ടിയിട്ട്, അല്ലേ? സ്ട്രോങ് മൈൻഡാന്ന് പറഞ്ഞാൽ നമ്മൾ സപ്രസ് ചെയ്യും, ഇമോഷൻസൊക്കെ നമ്മൾ റിലീസ് ചെയ്യാണ്ട് നമ്മളിങ്ങനെ പിടിച്ചു വെക്കും. ഒരു വൈബ്രേഷനൊക്കെ നമ്മൾ കൊടുക്കുന്ന പോലെയാണ്, ആ ഒരു സ്പ്രിങ് വൈബ്രേഷൻ ഇങ്ങനെ കിട്ടുന്ന പോലെ അതിങ്ങനെ നിറഞ്ഞു വരും, എന്നിട്ട് പിന്നെ പൊട്ടിത്തെറിക്കുക നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഇമോഷൻസ് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ നന്നായിട്ട് സ്കിൽഡ് ആയിരിക്കണം. അതുപോലെ നമ്മുടെ ചിന്തകളിൽ വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നെഗറ്റീവ് ചിന്തകളെ നമ്മൾ റീഫ്രെയിം ചെയ്ത് പോസിറ്റീവാക്കി വെക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിച്ചിരിക്കണം. ഒരു സാധാരണ വ്യക്തിക്ക് പോലും അത് ആവശ്യമാണ്. അപ്പോൾ ഈ തെറാപ്പി എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് വലിയൊരു കാര്യമല്ല, നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതോ ഒന്നുമല്ല. നേരെ മറിച്ച് നമ്മൾ അവരെ ജീവിക്കാൻ, വളരെ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫിനെ ജീവിക്കാൻ, അവരെ പ്രൊഡക്റ്റീവ് ആക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് ചിന്തകളെ എങ്ങനെ റീഫ്രെയിം ചെയ്യാം. CBT എന്ന് പറയുന്ന കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, DBT ഈറ്റിംഗ് ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സൺ, ഇവിടെയെല്ലാം നമ്മൾ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പിയാണ് കൊടുക്കുന്നത്. നമ്മുടെ ബിഹേവിയറിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഈ ബിഹേവിയറിൻ്റെ ഒരു ഓവറോൾ പാറ്റേൺ ആണ് പേഴ്സണാലിറ്റിയായിട്ട് റിഫ്ലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്.
ഇതുപോലെ കുറേയുണ്ട് സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന ട്രാൻസ്പെയറിൽ ഇൻ്റർപേഴ്സണൽ സൈക്കോ തെറാപ്പി ഒരു വ്യക്തിയെ അനലൈസ് ചെയ്തതിന് ശേഷം ഈ വ്യക്തിക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി സെൽഫ് ലവ് വീക്കാണോ ഈ വ്യക്തിക്ക് സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് കൊടുക്കും. സെൽഫ് എസ്റ്റീം വീക്കാണോ ഈ വ്യക്തിക്ക് എങ്ങനെ സെൽഫ് എസ്റ്റീം കൂട്ടാൻ പറ്റും, സെൽഫ് വർത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, ഓരോ പേഴ്സണിന് വേണ്ടിയിട്ട് ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇൻ്റർപേഴ്സണൽ സൈക്കോ തെറാപ്പി കൊടുക്കാറുണ്ട്. ഒരു 3 to 4 month അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തെറാപ്പി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുന്ന പോലെ എന്തോ ഒരു സംഭവം ചികിത്സയാണ് അല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം, അവരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ, പ്രൊഡക്റ്റീവ് ആക്കാൻ, അതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് തെറാപ്പി എന്ന് പറയുന്നത്. ആർക്കും ചൂസ് ചെയ്യാം, ഏത് ടൈമിലും ചൂസ് ചെയ്യാം. നമുക്കൊരു ക്രൈസിസ് വരാൻ വേണ്ടി ഒരിക്കലും മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. ഡോക്ടർ, ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അറിയാൻ കൗതുകമുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിനെ ഒന്ന് ടച്ച് ചെയ്ത് പോയി, പേഴ്സണാലിറ്റിയെ ഒന്ന് ടച്ച് ചെയ്ത് പോയി. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴും മനുഷ്യർക്കുള്ള ഒരു ആശങ്ക, ഞാനൊരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഫാമിലി ഡോക്ടർ പറഞ്ഞൊക്കെ കറക്റ്റാണ്, എനിക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ എന്നെ ജഡ്ജ് ചെയ്യോ, ഞാനൊരു മോശമാണെന്ന് വിചാരിക്കോ, ഞാനൊരു കൊള്ളാത്തൊരു മാരേജിലാണെന്ന് വിചാരിക്കോ, അങ്ങനെയൊക്കെ എങ്ങനെയാണ് മുന്നിൽ വരുന്ന മനുഷ്യരെ ഒരു തെറാപ്പിസ്റ്റ് കാണുന്നത്? അവരുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? ജഡ്ജ്മെൻറ്റലായി പോവോ? എങ്ങനെയൊക്കെയാണ് അത് കണ്ടിരിക്കുന്നത്? ശരി, അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ 2 കാര്യം, ഒന്ന് നോൺ ജഡ്ജ്മെൻറ്റൽ സ്പേസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, 2 നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അതായത് എന്നോട് ഇവരൊരു രഹസ്യം പറയുകയാണ്, അവരുടേതായിട്ടുള്ളൊരു വിഷമം, ഞാൻ മരിച്ച് മണ്ണടിയുന്നവർ അത് രഹസ്യം തന്നെയാണ്. 100% അത് അങ്ങനെ അഷ്യൂർ ചെയ്യാൻ പറ്റുമെങ്കിലേ ഞാനൊരു തെറാപ്പിസ്റ്റായിട്ട് ഇരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ വളരെ ഓപ്പണായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അതിപ്പോൾ തമാശയായിട്ട് പറയുകയാണെങ്കിൽ പോലും നമ്മളെ ഒരു സീരിയൽ കില്ലർ ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്നത് എന്തായിരിക്കും ഇയാളുടെ ചൈൽഡ്ഹുഡ് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുക, എന്താ ആൾ സീരിയൽ കില്ലറായിട്ട് മാറിയിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കും. കാരണം ഇവർക്ക് എല്ലാവർക്കും ഒരു കാരണമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തെറ്റ് മനുഷ്യർ വെറുതെ ചെയ്യില്ല, ഇവരുടെ ചിന്തകൾ കൊണ്ടോ ജീവിത സാഹചര്യം കൊണ്ടോ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറേയധികം സെഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടായിരിക്കും ആ വ്യക്തി അങ്ങനെ ചൂസ് ചെയ്തത്, ആൾ സഫർ ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അങ്ങനെ ആ വ്യക്തി വരണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ തിരുത്തുകയും ഒരു പോസിറ്റീവായിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ലൈഫ് കൊടുക്കുകയും ചെയ്യേണ്ടത് എൻ്റെ ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആസ് എ തെറാപ്പിസ്റ്റ് എനിക്ക് പറയാൻ പറ്റും, നോൺ ജഡ്ജ്മെൻ്റലാണ്, ഇവർക്ക് ഇവരായിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കും എല്ലാ തെറാപ്പിസ്റ്റും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ അത് വളരെ കോൺഫിഡൻഷ്യലാണ്. നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യം, റൂമിൽ വേറെ ക്യാമറാസ് അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. അപ്പോൾ ആ സമയത്ത് എന്താണോ പറയുന്നത് സെയിം തന്നെ ആയിരിക്കും എന്നോടും പറയാൻ പറ്റുക. പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റുന്നത് അതിലൂടെ ഞാൻ കണ്ടെത്തുന്ന തോട്ട് എറേഴ്സ് എന്താണ്, ഇവർക്ക് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വരാനുള്ള ഇനി സാധ്യതയുള്ളത്, ഈ ചിന്തകളെ എനിക്ക് എങ്ങനെ റീഫ്രെയിം ചെയ്യാം, എന്തെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു പാറ്റേൺ ആണോ ഞാൻ കാണുന്നത്, തുടങ്ങി പല കാര്യങ്ങളും കണ്ടെത്താനും എനിക്ക് ഇവർക്കൊരു ഐഡിയ കൊടുക്കാൻ പറ്റും, ഒരു ഇൻസൈറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഇതാണ് നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്, ഇവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും മാറാൻ പോകുന്നത് എന്ന് പറയാം. സൊല്യൂഷൻ ഞാൻ എടുക്കില്ല, അല്ലെങ്കിൽ അഡ്വൈസ് ഞാൻ കൊടുക്കില്ല, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ചിലർക്ക് കൊടുക്കും. അപ്പോൾ അതിൽ നിന്നാണ് അവർ ചൂസ് ചെയ്യുന്നത്, ഇങ്ങനെ പോയാൽ ഈ രീതിയിലെത്തും, അങ്ങനെ വന്നാൽ അങ്ങനെ എത്തും. ഡോക്ടർ, മനുഷ്യരാണ്, റിലേഷൻഷിപ്പ് പേഴ്സണാലിറ്റി മാത്രമൊന്നുമല്ല, വലിയൊരു സെക്ടറിൽ നമുക്ക് സംസാരിക്കാനുണ്ട്. ഇനിയും തുടർ സംസാരങ്ങൾ സാധ്യമാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഡോക്ടർ തിരക്കിനിടയിലാണ് വന്നതെന്നറിയാം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നന്ദി.